പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ ശ്രേഷ്ഠദാസന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിൽ റോമാലേഖനം തുടർമാനമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുവാൻ ശക്തമായി ഉപയോഗിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാണ്, അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാണ്. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്ന വാഴ്ത്തുന്ന കർത്താവേ, ഹല്ലേലൂയ. കരുണ്യവാൻ നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, കർത്താവേ, ഇന്നലെ രാത്രിക്കായി സ്തോത്രം ചെയ്യുന്ന പിതാവേ, ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, ഇന്ന് പകൽ മുഴുവൻ ഞങ്ങളെ കാത്ത് പരിപാലിച്ചപ്പന്റെ ചിറകടിയിൽ മറച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ രാത്രി കർത്താവേ, ഞങ്ങൾ കർത്താവെ വ്യാപനം പഠിക്കുവാനൊക്കെയും കർത്താവെ ഹല്ലേലൂയ അപ്പന്റെ സന്നിധിയിലായിരിക്കുന്ന കർത്താവെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രത്യേക ഞങ്ങൾക്ക് കർത്താവെ വചനം പറഞ്ഞു തരുന്ന കർത്താവെ റോമാലേഖനത്തെ കുറിച്ച് കർത്താവെ പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ കർത്താവെ അങ്ങയുടെ ദാസനെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. അങ്ങയുടെ ദാസനെ കുടുംബമായി അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. എത്രത്തോളം അനുഗ്രഹമായി നിശ്ചയമായി കർത്താവെ അങ്ങയുടെ ദാസനെയും കർത്താവെ വചനങ്ങളൊക്കെ പഠിപ്പിക്കുവാനൊക്കെയും ശക്തീകരിക്കുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ കർത്താവെ ഇതിന്റെ എല്ലാ ഭാരവാഹികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും പേര് പേരായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ പഠിപ്പിക്കുന്ന ഓരോ ദൈവദാസന്മാരുടെയും കർത്താവെ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹപ്രദമായി തീരുന്നതിനായി സ്തോത്രം. കലുപാസനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങയുടെ ദാസനമായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ കൃപയെ അനുഗ്രഹം സാന്നിധ്യം കൂടെ ഇരിക്കണമേ. കുടുംബമായി എങ്ങ് അനുഗ്രഹിച്ചു മാനിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ ശുശ്രൂഷ മേഖലകളെ കർത്താവെ അനുഗ്രഹപ്രദമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. തിരക്കുകൾക്കിടയിലും കർത്താവെ ഞങ്ങളോടൊപ്പം കർത്താവെ ആയിരിക്കാൻ കർത്താവ് അങ്ങയുടെ ദാസന് കൊടുക്കുന്ന കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി സ്തോത്രം ചെയ്യും. കലുപാസനായി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെയും പേര് പേരായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. കർത്താവെ വീണ്ടും അപ്പന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി സ്തോത്രം. അപ്പൻ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു സിസ്റ്റർ മോളി രാജൻ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പ്രത്യേക സ്നേഹവന്ദനം. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ലാലിച്ചൻ, അതുപോലെ തന്നെ ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഡിവൈസുകളൊക്കെ ഒന്ന് ഓഫാക്കി വച്ചാൽ സന്തോഷം. വീഡിയോ ഒക്കെ ഓണാക്കിയ സന്തോഷം. ദൈവം നമ്മെ സഹായിക്കട്ടെ. റോമാലേഖനത്തിന്റെ 4-ാം അധ്യായം 4-5 അധ്യായങ്ങളാണ് നമ്മൾ ചിന്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ നോട്ട് കുറച്ച് ഉള്ളതുകൊണ്ടാണ് ഞാനത് ഇടാഞ്ഞത്. ഈ ഇന്നത്തെ ക്ലാസ്സിന് കടം കൂട്ടി നാളെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നോട്ട് തരുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. 4-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 4-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പോർഷൻസ് ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ അധ്യായങ്ങളിൽ പറയുന്ന വിഷയങ്ങൾ അല്ലാതെ ഓരോ അധ്യായങ്ങളിലെ വാക്യപ്രതിവാക്യമായിട്ട് തീരെയില്ല എന്നുള്ളത് കൊണ്ട് വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ക്ലാസ്സുകൾ മുൻപോട്ട് പോകുക. അപ്പൊ 4-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാമിന്റെ വിശ്വാസം, ദ ഫെയ്ത്ത് ഓഫ് ഇബ്രഹാം, അബ്രഹാമിന്റെ വിശ്വാസം എന്ന തലക്കെട്ടിൽ വിവിധ വിഷയങ്ങളെ അനുബന്ധമായി വിവിധ വിഷയങ്ങളെ അപ്പോസ്തലൻ രേഖപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം. തന്റെ ലേഖനം എഴുതുമ്പോൾ ആദ്യം എഴുതുമ്പോൾ താൻ അധ്യായങ്ങളായി തിരിക്കാതെ പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് എല്ലാ പുസ്തകങ്ങളുടെയും അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ ആയി തിരിക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് തന്നെ ഓരോ അധ്യായത്തിന് തുടർച്ചയായിട്ട് ഇങ്ങനെ എഴുതി പോവുകയാണ് അധ്യായങ്ങളിൽ ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ ലേഖനത്തിൽ ലേഖനകർത്താക്കൾ ചെയ്തു വന്നിരുന്നത്. ഇവിടെ നമുക്കറിയാം ഇതിന്റെ ഈ
കത്തിന്റെ സ്വീകരണകർത്താക്കൾ സഭയാണെന്നും സഭയിലെ ആളുകളുടെ സംസ്കാര രീതികൾ എന്താണെന്നും അവരാരൊക്കെയാണെന്നും പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ളതായതുകൊണ്ട് അത് വീണ്ടും വിശദീകരിക്കുന്നില്ല. ന്യായപ്രമാണം വെച്ചുകൊണ്ട് അതാണ് ഉന്നതമായത്, ഉദാത്തമായത് എന്ന് പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ കർമ്മ ആചാരങ്ങളിലൂടെ വിശ്വാസത്തെ സ്വീകരിക്കുവാൻ, വിശ്വാസ പ്രമാണങ്ങൾ കർമ്മ ആചാരങ്ങളിലൂടെ സ്വായത്തമാക്കുവാൻ, ന്യായപ്രമാണത്തിന്റെ പിൻബലത്തോടു കൂടി സ്വായത്തമാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവരെ തിരുത്താൻ അവർ ഉയർത്തിപ്പിടിക്കുന്ന അബ്രഹാം എന്ന് പറയുന്ന അവരുടെ പിതാവിനെ ഉദാഹരണമാക്കിക്കൊണ്ടാണ് ഈ അധ്യായങ്ങളിൽ 4:1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ താൻ വിശദമായിട്ട് വിശദീകരണം നൽകുന്നത്. ഇനി ശ്രദ്ധിച്ചേ, യഹൂദ സമൂഹം അബ്രഹാമിന് തങ്ങളുടെ പിതാവായിട്ട് പരിഗണിക്കുന്നു. വളരെ അഭിമാനത്തോടു കൂടി യഹൂദ സമൂഹം അഥവാ പ്രത്യേകിച്ച് യഹൂദ ജനം വളരെ ആത്മാർത്ഥമായി ചിന്തിക്കുന്ന കാര്യമാണ്, ഞങ്ങളുടെ പിതാവായ അബ്രഹാം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ അബ്രഹാമിന്റെ വംശപാരമ്പര്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ എന്നൊക്കെ ഉറക്കെ ചിന്തിക്കുന്ന ആളുകളായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അബ്രഹാമിൽ കണ്ടെത്താൻ അവർക്ക് കഴിയുന്ന, അബ്രഹാം ചെയ്തിട്ടുള്ള ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന മുഖങ്ങളെ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ അതേ കാര്യങ്ങൾ തന്നെ അബ്രഹാം അങ്ങനെയല്ല എന്ന് സമർത്ഥിക്കാനുള്ള ഒരു സമർത്ഥിക്കുകയാണ് വാസ്തവത്തിൽ ഇവിടെ ഈ വാക്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. അബ്രഹാം യഹൂദ സമൂഹത്തിന്റെ പിതാവാണ്, മാത്രമല്ല നീതിമാനായ ഒരു വ്യക്തി കൂടിയായിരുന്നു. ദൈവത്തിന്റെ സാക്ഷ്യം ലഭിച്ചവൻ യെശയ്യാവ് 41:8 നിയോഗങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു ആചരിച്ചു വന്ന ഒരു വ്യക്തി. 26:4 അബ്രഹാമിന്റെ വിശ്വാസമാണ് അവനെ കുറ്റമറ്റ മനസാക്ഷിയോടുകൂടി ദൈവത്തിന്റെ മനസാക്ഷിയെ സൂക്ഷിപ്പുകാരൻ അഥവാ സ്നേഹിതൻ എന്ന നിലയിൽ പരിഗണിക്കാൻ ദൈവം തയ്യാറായി. ശ്രദ്ധിക്കുക, എന്നാൽ അബ്രഹാമിന് ഒരു പൂർവ്വകാല ചരിത്രമുണ്ട്. ഈ ചരിത്രം ഒരിക്കൽ പോലും, ഈ ചരിത്രത്തിന്റെ പിൻബലത്തിൽ അബ്രഹാം കേവലം യഹൂദന്മാരുടെ മാത്രമായിരുന്നില്ല, ബഹുജാതികൾക്ക് പിതാവായിരുന്നു എന്ന് നമുക്കറിയാം. വിശദമാക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ആ ചരിത്രം അറിയാവുന്നതാണ്. എന്നാൽ 4-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളെ നമ്മൾ ഇങ്ങനെ സംഗ്രഹിക്കുക. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, അവിടെ അബ്രഹാം, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ദൈവമുമ്പാകെ കുറ്റമറ്റവനായി അംഗീകരിക്കപ്പെട്ടത് ഏതെങ്കിലും കർമ്മമാർഗങ്ങളിലോ ഏതെങ്കിലും ചെയ്തികളിലോ ഏതെങ്കിലും പ്രഖ്യാപനങ്ങളിലോ അല്ല, മറിച്ച് വിശ്വാസത്താലാണ്. അതിന് പ്രവർത്തികൾ കാരണമല്ല എന്ന് വളരെ വ്യക്തമായി വേദപുസ്തകം പരിചയപ്പെടുത്തുന്നു. വിശ്വാസത്താലാണ് താൻ നീതീകരിക്കപ്പെട്ടത്. എങ്ങനെ? ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തെ അറിഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ദൈവത്തെ അകമഴിഞ്ഞ് ഒരു ഹൃദയപരമാർത്ഥതയോടുകൂടി വിശ്വസിക്കാൻ തയ്യാറായ അബ്രഹാമിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പൗലോസ് ലേഖനം എഴുതുമ്പോൾ കർമ്മങ്ങളും ആചാരങ്ങളും പരിച്ഛേദനകളും ന്യായപ്രമാണവും ഒക്കെ ഉറക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹത്തെ, വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ അയലകത്ത് പോലും അല്ലെങ്കിൽ അവരുടെ ഒരു അയൽവാസിയായിട്ട് പോലും എത്തിച്ചേരാൻ കഴിയാതെ അകലങ്ങളിൽ മാത്രം വിശ്വാസത്തെ നിർത്തിയിട്ട് ഏതെങ്കിലും മാർഗങ്ങളിലൂടെ, ന്യായപ്രമാണമാകട്ടെ, കർമ്മമാർഗങ്ങളാകട്ടെ, പരിച്ഛേദനയാകട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അബ്രഹാമിൽ ഉണ്ടായിരുന്നത് എന്ന് ഉയർത്തി കാണിക്കുന്ന ഒരു സമൂഹത്തോട് അതിനപ്പുറമായി ദൈവത്തോടൊപ്പം സഞ്ചരിക്കാൻ, സമൂഹമായി ദൈവത്തിന്റെ ജനമായിട്ട് സഞ്ചരിക്കാൻ അവനെ പ്രേരിതമാക്കിയത് നിശ്ചയമായിട്ടും വിശ്വാസമാണെന്ന് കൃത്യമായി താൻ പറയാനിടയായിട്ട്. ശ്രദ്ധിച്ചേ, അപ്പം നമുക്ക് മനസ്സിലായല്ലോ, അബ്രഹാം എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ ഈ ദാതാവായ ഈ വ്യക്തി കേവലം ഏതെങ്കിലും ആശയങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇടപാടുകളിലേക്ക് പിൻബലത്തിൽ ആണ് തങ്ങൾക്ക് പിതാവായി തങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്ന് പറയാതെ വിശ്വാസമാണ് അതിനാധാരം എന്ന് താൻ പറയുന്നു. നമ്മളൊരു കാര്യം മറന്നു പോകരുത്, ഈ ലേഖനത്തിൽ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് വിശ്വാസം എന്ന വാക്കാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക,
ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നീതിയിരിക്കപ്പെടുന്ന ആ അവസ്ഥയാണ് എപ്പോഴും ഉയർത്തി കാണിക്കുന്നത്. കാരണം വായിക്കുന്ന ആളുകളിൽ എപ്പോഴും സജീവമായി നിൽക്കുന്നത്, അവരുടെ പരിഗണനയ്ക്ക് വരുന്നത് എപ്പോഴും കർമ്മങ്ങളോ ആചാരങ്ങളോ പരിച്ഛേദനകളോ അങ്ങനെയുള്ള കാര്യപരിപാടി ആയതുകൊണ്ട് അതിനെ തർജ്ജനം ചെയ്യാൻ, അതിനെ ഉന്മൂലനം നടത്താൻ, തങ്ങളുടെ വായനക്കാരുടെ മനസ്സിൽ രൂഢമൂലമായിട്ടുള്ള ആഴങ്ങളിൽ പതിഞ്ഞിട്ടുള്ള അത്തരം ചിന്തകളെ എന്നേക്കുമായി മാറ്റാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ വിശ്വാസത്തെ ഊന്നി പറയുന്നത്. ഈ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ പരിച്ഛേദന അടിസ്ഥാനത്തിലല്ല, മറിച്ച് അത് ഒരു അംഗീകാരത്തിന്റെ അടയാളമായി ദൈവം നൽകണം. എന്താ? കാണാത്ത ദേശം എന്ന സുന്ദര ഭൂമിയിലേക്കുള്ള യാത്രയിൽ സങ്കര സംസ്കാരമുള്ള ഒരു ജനത വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിപ്പാൻ ഉള്ള ശ്രമം നടത്തുമ്പോൾ അവർ അങ്ങനെ പാടില്ല എന്നും വളരെ കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്ന ദൈവം അവർക്ക് കൊടുത്ത ഒരു അറപ്പാട് ഇങ്ങനെയാണ്: ഇനി ഒരിക്കൽ പോലും നിങ്ങൾ പ്രമാണമില്ലാതെ പുതുഭൂമിയിലേക്ക് പാടാൻ കഴിയുകയില്ല. അതുകൊണ്ട് പരിച്ഛേദന മൂലം നിങ്ങൾ ഒരു പുതിയ സംസ്കാരത്തിന്റെ, ഒരു വിശ്വാസത്തിന്റെ ഒരു അടയാളമായി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത ഒരു അടയാളം മാത്രമാണ്, ഒരു സെപ്പറേഷന് വേണ്ടി അതിനുവേണ്ടിയുള്ള മാത്രമാണ് പരിച്ഛേദന. അതിന് ഏതെങ്കിലും വ്യക്തിപരമായി ദൈവവുമായുള്ള ബന്ധത്തിന് അത് മാത്രം ഉണ്ടായേ മതിയാകൂ എന്ന് ശഠിക്കുകയല്ല. അബ്രഹാം പരിച്ഛേദന മുഖാന്തരമല്ല, മറിച്ച് വിശ്വാസത്തിലാണ് താൻ നീതീകരിക്കപ്പെടുന്നതും ദൈവത്തോടൊപ്പം സഞ്ചരിക്കാനുള്ള യോഗ്യത നേടുന്നതെന്ന് പൗലോസ് ഇവിടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അപ്പം ഈ കർമ്മമാർഗങ്ങളോ പരിച്ഛേദനകളോ ഒക്കെ ഉയർത്തിപ്പിടിക്കുകയും ഏതെങ്കിലും വിശ്വാസത്തിന് മൂലാധാരമായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നത്, സജീവമായ പരിഗണനയിലുള്ളത് ഇത്തരം കർമ്മങ്ങളാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അതല്ല ആവശ്യം, വിശ്വാസമാണെന്ന് താൻ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, മുമ്പ് ഞാൻ പറഞ്ഞ പോലെ 11-12 വാക്യങ്ങളിൽ അബ്രഹാം എന്ന് പറയുന്നത് കേവലം യഹൂദന്മാരുടെ മാത്രം പിതാവായിരുന്നില്ല, മറിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ അറിയുന്ന ഏതൊരു വ്യക്തിയുടെയും പിതാവായി തീർന്നു എന്ന് ഈ ലേഖനത്തിൽ താൻ പറഞ്ഞു പഠിപ്പിക്കുന്നു. ഇനി 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ വാഗ്ദത്തം ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, എന്തെങ്കിലുമൊക്കെ വാഗ്ദത്തങ്ങളോ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങളോ എന്തെങ്കിലുമൊക്കെ നാളുകളിൽ പ്രാപിക്കുമെന്ന് ജനത്തിന് ഒരു ബോധ്യപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ബോധ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും ഈ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ പ്രാപിക്കാൻ കഴിയുന്നത് എന്ന് ഇവിടെ കൃത്യമായിട്ട് പൗലോസ് ഈ ലേഖനങ്ങൾ എഴുതുന്നു. ഇനി അതിന്റെ അടുത്തത് അബ്രഹാം പ്രകടിപ്പിച്ച വിശ്വാസത്തിൽ സവിശേഷത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നും മരണത്തിൽ നിന്നും ജീവനിലേക്കുള്ള യാത്ര കൃത്യമായി ദൈവത്തിന് മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ എന്നും, എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്കുള്ള സഞ്ചാരപഥങ്ങളിൽ ഒപ്പം സഞ്ചരിക്കാൻ കഴിയുന്നവൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രയാണത്തിന് സാധ്യത കണ്ടെത്താൻ കഴിയുന്നത് ദൈവത്തിൽ മാത്രമേ പറ്റൂ എന്ന് എന്ത് ചെയ്യുന്നറിയാമോ പൗലോസ് ഇവിടെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പൗലോസ് ഈ ലേഖനങ്ങളിൽ ഈ വാക്യങ്ങളിൽ നിന്നും നമുക്ക് പൊതുവായിട്ട് ഗ്രഹിക്കാൻ ഇടയായിത്തീരുന്നു. ഇനി ഒരു പുതിയ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇത് നമ്മൾ ഇതെന്റെ നോട്ടിനകത്ത്, ഈ തരുന്ന നോട്ടിനകത്ത് കൃത്യമായിട്ട് ഉണ്ടാകണമെന്നില്ല, ഞാൻ 100% പരമാവധി ശ്രമിക്കാം. പക്ഷെ നിങ്ങൾ ഒരു ഫുട് നോട്ടായിട്ട് എഴുതിയെടുക്കുക. നാളുകളിൽ നിങ്ങൾക്ക് ഒരു നല്ല സന്ദേശം, മെസ്സേജുകളൊക്കെ ഈ പറയപ്പെടുന്ന ഇനിയുള്ള അധ്യായത്തിലെ വാക്യത്തിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയും. ഞാനിത് ഇങ്ങനെ പറയാൻ കാര്യം, ഞാൻ എഴുതുന്ന നല്ലൊരു മെസ്സേജ് ഉണ്ടാക്കി വെച്ചിട്ട് ആ മെസ്സേജാണ് നിങ്ങളെ ഇത് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് എഴുതിയെടുത്ത് അതൊക്കെ എവിടെയൊക്കെ പ്രസംഗിക്കാനുള്ള സാധ്യത ഉണ്ടാകട്ടെ, അതിനുവേണ്ടി എങ്ങനെ എഴുതണം, അങ്ങനെ ചിന്തിക്കണം, അല്ലെങ്കിൽ എഴുതിയെടുക്കണം എന്നൊക്കെ ഞാൻ ആസ്വദിക്കുന്നു. ഈ ശ്രദ്ധിച്ചേ, 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ, 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ ക്രിസ്തുവിലുള്ള ജീവിതമാണ്, ക്രിസ്തീയ ജീവിതമാണ്, അഥവാ ക്രിസ്തുവിലുള്ള ജീവിതമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലൈഫ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള ജീവിതം. അപ്പം ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അത് അവസാനിക്കുന്നത് 8-ാം അധ്യായത്തിൽ. ഒന്നാം ഭാഗത്ത് വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച്, അഥവാ
ദൈവസമക്ഷം കുറ്റമറ്റവരായി നാം അംഗീകരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് പറയുന്ന പൗലോസ്, ഒന്നുകൂടി ഞാൻ പറയുന്നു, ഒന്നാം ഭാഗത്ത് വിശ്വാസത്താലുള്ള നീതീകരണം എങ്ങനെയാണ്, കുറ്റമറ്റ മനസാക്ഷിയോടുകൂടി ദൈവോന്മുഖമായിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ പ്രവേശിപ്പാൻ കഴിയും എന്ന് പൗലോസ് പഠിപ്പിക്കുന്നുവെങ്കിൽ, രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിന്റെ ഫലങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഒരു ക്രിസ്തുവിൽ ഒരുവൻ എങ്ങനെ നീതീകരണം പ്രാപിച്ചു, ഒരുവൻ ക്രിസ്തുവിൽ എങ്ങനെ ജീവിക്കുന്നു, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ രണ്ടാം ഭാഗത്ത് വിശദീകരിച്ചു വരുന്നത്. ഇനി ശ്രദ്ധിച്ചേ, ഈ വാക്യങ്ങളിൽ 5-ാം അധ്യായങ്ങളിൽ ദൈവകോപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അതിനു മുമ്പ് ഈ 5, 6, 7, 8 ലേഖനങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഒരു മെയിൻ ഹെഡിങ് ആയിട്ട് എഴുതണം, ക്രിസ്തുവിലുള്ള ജീവിതം അഥവാ ക്രിസ്തീയ ജീവിതം. ഇതാണ് അതിന്റെ പ്രതിവാദ വിഷയം. അപ്പം ഈ ലേഖനം ഈ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അനുക്രമമായ പടികൾ, ഒരുവൻ ക്രിസ്തുവിൽ വേരൂന്നി ജീവിക്കാൻ ആരംഭിച്ചാൽ അവന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളുടെ ഒരു വിശദീകരണങ്ങളാണ് 5, 6, 7, 8 ലേഖനങ്ങൾ കാണാൻ കഴിയും. ഒന്നുകൂടി ഞാൻ പറയാം. വിശ്വാസത്തിന്റെ ഒരു 4-5 പടികൾ, ഒരു 4, അതായത് 5, 6, 7, 8 ഈ വാക്യങ്ങളിൽ ഈ 4 പടികൾ നമുക്ക് കാണാൻ കഴിയും. എന്താ കാര്യം അറിയാമോ? 5-ാം അധ്യായം വളരെ വിശാലമായിട്ട് നീതീകരണത്തെ കുറിച്ചാണ്, ജസ്റ്റിഫിക്കേഷൻ ആണ് പറയുന്നെങ്കിൽ, 5-ാം അധ്യായം ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നീതീകരണം പറയും. അപ്പം 6-ാം അധ്യായം ക്രിസ്തുവിലുള്ള ഏകീകരണമാണ്. വി ആർ ഇൻ ക്രൈസ്റ്റ്, വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. ദൈവത്തിൽ ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ്. ക്രിസ്തുവിനോടുകൂടി എങ്ങനെ ഏകീഭവിക്കുക, ഏകീകരണമാണ് വിഷയം. 7-ാം അധ്യായം വിശുദ്ധീകരണം, സാന്റിഫിക്കേഷൻ, വിശുദ്ധീകരണം 7-ാം അധ്യായം. 8-ാം അധ്യായം തേജസ്കരണം അഥവാ ഗ്ലോറിഫിക്കേഷൻ. അപ്പം നീതീകരണം 5-ാം അധ്യായം, 6-ാം അധ്യായം ഏകീകരണം, പിന്നെ 7-ാം അധ്യായം വിശുദ്ധീകരണം, 8-ാം അധ്യായം തേജസ്കരണം. അപ്പം ഒരു വിശ്വാസത്തിന്റെ അനുക്രമമായ പടികൾ 1, 2, 3 ഇങ്ങനെ അക്കമിട്ട് നമുക്ക് എഴുതാൻ കഴിയും. ഒന്നുകൂടി ഞാൻ പറയുന്നു, 5-ാം അധ്യായത്തിൽ നീതീകരണം പറയുന്ന പൗലോസ് 6-ാം അധ്യായത്തിൽ ക്രിസ്തുവോട് ഏകീഭവിക്കുക, ഏകീകരണം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അഥവാ ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് 7-ാം അധ്യായത്തിൽ. ഇനി 6-ാം അധ്യായത്തിൽ 7-ാം അധ്യായം വിശുദ്ധീകരണം, വിശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥ. ഒരുവൻ ക്രിസ്തുവിലായാൽ, ക്രിസ്തീയ ജീവിതം ആരംഭിച്ചാൽ എങ്ങനെ ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെടുന്ന വ്യക്തിയായി തീരും. ഇനി അടുത്തത് ഏറ്റവും പിനാക്കിൾ ഓഫ് ദി ഫെയ്ത്ത്, ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ, വിശ്വാസ ജീവിതത്തിന്റെ അഗ്രം, ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് എന്ന നിലയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് തേജസ്കരണമാണ്, ഗ്ലോറിഫിക്കേഷനാണ്. അപ്പം ജസ്റ്റിഫിക്കേഷൻ, പിന്നെ ഏകീകരണം, ക്രിസ്തുവിനോടുള്ള ഏകീകരണം, 3-ാമത് വിശുദ്ധീകരണം, ജസ്റ്റിഫിക്കേഷൻ, 4-ാമത് ഗ്ലോറിഫിക്കേഷൻ. ഇതാണ് 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളുടെ അധ്യായങ്ങളുടെ ഒരു ക്രമീകരണം എന്ന് ഞങ്ങൾ സാമാന്യമായിട്ടും ചിന്തിക്കുക. ഇനി ശ്രദ്ധിച്ചേ, ഈ അധ്യായങ്ങളിൽ നീതീകരണത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി നമുക്ക് അവിടെ കാണാൻ കഴിയും. നിങ്ങൾ ഈ പ്രസംഗിക്കുമ്പോൾ ഈ അപ്പോസ്തലനായ പൗലോസിന്റെ ബുക്ക് ഓഫ് റോമൻസിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ ശേഷം ഈ അധ്യായത്തിലാണെന്ന് തുടങ്ങുന്നെങ്കിൽ ഈ അധ്യായങ്ങളുടെ അനുക്രമമായി ഇങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ. ഇനി ശ്രദ്ധിച്ചേ, ഈ നീതീകരണത്തിന്റെ ഫലങ്ങൾ. അതിനു മുമ്പ് ഒരുവൻ നീതീകരണം പ്രാപിച്ച ഒരുവൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു, അതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതിക്കൂ. 1, 5-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവകോപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ദൈവകോപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. 6-ാം അധ്യായം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. 7-ാം അധ്യായം ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്നുള്ള വിടുതൽ. ഇനി 8-ാം അധ്യായത്തിൽ മരണത്തിൽ നിന്നുള്ള മോചനം, മരണത്തിൽ നിന്നുള്ള മോചനം, സെമിക്കോളൻ ഇട്ടിട്ട് എഴുതുക, പരിശുദ്ധാത്മാവ് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം, അഥവാ മരണത്തിൽ നിന്നുള്ള മോചനം. അതാണ് 8-ാം അധ്യായത്തിന്റെ വാക്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇനി 5-ാം അധ്യായത്തിലേക്ക് വരിക. ഈ 5-ാം അധ്യായത്തിൽ
ഈ അധ്യായത്തിന്റെ ആശയങ്ങളെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഈ അധ്യായങ്ങളിലെ ആശയങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. എന്താ? ഒന്ന്, നീതീകരണത്തെ തുടർന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. നീതീകരണത്തെ തുടർന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? സമാധാനം, സന്തോഷം, സ്നേഹം, പ്രത്യാശ. സമാധാനം, സന്തോഷം, സ്നേഹം, പ്രത്യാശ. ഇവയാണ് നീതീകരണത്തെ തുടർന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി 12-ാം വാക്യം മുതൽ, ഇത് 1-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെയാണ്. ഇനി 12-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെ നമ്മൾ കാണുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഒരു താരതമ്യ പഠനമാണ്. ഒരു താരതമ്യ പഠനമാണ്. എങ്ങനെയാണ്? ആദാമിലുള്ള പഴയ ഐക്യം, ക്രിസ്തുവിലുള്ള പുതിയ ഐക്യം. ഇങ്ങനെ ഒരു താരതമ്യ പഠനമാണ് ഈ 12-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെ കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് നീതീകരണത്തെ തുടർന്ന് ലഭിക്കുന്ന പദവികളും അനുഗ്രഹങ്ങളും, അഥവാ നീതീകരണത്തിന്റെ വിവിധ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്ന്, ദൈവത്തോടുള്ള സമാധാനം. ദൈവത്തോടുള്ള സമാധാനം. നീതീകരണം എന്നത് ഒരു കോടതി വാക്കാണെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കോടതി വാക്കാണ് നീതീകരണം എന്ന് പറയുക. അപ്പം നീതീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തോടുള്ള സമാധാനം. ദൈവത്തോടുള്ള സമാധാനം. ഈ ഭാഗത്ത് 3 പ്രധാനപ്പെട്ട പദങ്ങൾ സമാധാനത്തിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 3 പ്രധാനപ്പെട്ട പദങ്ങൾ. ഒന്ന്, ഐറിൻ. നമ്മുടെ പിള്ളേരൊക്കെ പേരിടുമല്ലോ, ഐറിൻ അല്ലേ? നമ്മുടെ പിള്ളേർക്കൊക്കെ പേരിടുന്നത് നമുക്ക് അതിന്റെ അർത്ഥവും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, ചുമ്മാ അങ്ങ് പേരിടുക അല്ലേ? പുതിയ ട്രെൻഡ് അല്ലേ? ഐറിൻ. രണ്ടാമത് ഷാലൂം. ഷാലൂം. 3, എക്കോമൻ. എക്കോമൻ, ഈക്കോമൻ. ECHOMEN. ഇനി നമുക്ക് അതിന്റെ വിശദാംശം നോക്കാം. ഒന്ന്, ഷാലോം എന്ന പദം. ഷാലോം എന്ന പദം സമൃദ്ധി, അഥവാ കാരണമുണ്ടാകാതെ, ഒരു കാരണം ഉണ്ടാകാതെ ഉണ്ടാകുന്ന സമാധാനം. നമുക്ക് സമൃദ്ധിയായിരിക്കുമ്പോൾ ഒരു കാരണമില്ലെങ്കിലും സമൃദ്ധിയായിരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ. ഉദാഹരണത്തിന് വാക്യം നമ്മളിങ്ങനെ വായിച്ചു സങ്കീർത്തനങ്ങളിൽ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ എനിക്കുണ്ടായതിനും അധിക സന്തോഷം ദൈവമേ നീ എന്റെ ഹൃദയത്തിൽ നൽകിയുണ്ട്. അപ്പൊ ഒരു ധാന്യവും ബീജും ഒക്കെ ഉണ്ടെങ്കിൽ, കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഹാപ്പിയാണ് എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ. അതാണ് ഷാലോം എന്ന് പറയുന്ന കാരണഹേതുവായി ഉണ്ടാകുന്ന ഒരു കാരണം വേണം നമുക്കൊരു സമാധാനത്തിന്. ദൈവം എന്നെ അനുഗ്രഹിച്ചു, പിള്ളേരൊക്കെ അനുഗ്രഹിച്ചു, അവരൊക്കെ വെളിയിൽ പോയി, നല്ല വിദ്യാഭ്യാസം ഉണ്ടായി, അവരിന്ന് നല്ലപോലെ അധ്വാനിക്കുന്നു, സമ്പാദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റൊരു പ്രശ്നമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. ജീവിതത്തിൽ എന്തെങ്കിലും നമുക്കൊരു കാരണമുണ്ടായെങ്കിൽ മാത്രം ഉണ്ടാകുന്ന സമാധാനം പലപ്പോഴും നമ്മളൊക്കെ അനുഭവിക്കുന്നത് അത്തരത്തിലുള്ളൊരു സമാധാനമാണ്. നമ്മൾ ഷാലോം എന്നൊക്കെ പറഞ്ഞു പോകുമ്പം അതിന്റെ അർത്ഥം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു കാരണമുണ്ടെങ്കിൽ മാത്രമേ സമാധാനമുള്ളൂ. ഒരു കാരണമാണ്. മനസ്സിലായോ? ഒരു കാരണമില്ലെങ്കിൽ നമുക്ക് സമാധാനമില്ല. അപ്പം ഷാലോം എന്ന വാക്കിന്റെ അർത്ഥം ഏതാ? ഇനി ശ്രദ്ധിച്ച് അടുത്തത് ഐറിൻ എന്ന പദം. ഐറിൻ, IRIN, ഐറിൻ. അതിന്റെ അർത്ഥം ഇതാണ്: പ്രശ്നരൂക്ഷതയിലും പതറാതെ മനസ്സ്. പ്രശ്നരൂക്ഷതയിലും പതറാത്ത ഒരു മനസ്സ്, ഇടറാത്ത മനോഭാവം. ഇടറാത്ത മനോഭാവം എഴുതിയോ? പരാതിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അതിനാണ് ഐറിൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സമാധാനത്തിന് പരാതിയില്ലാതെ ജീവിക്കാൻ കഴിയും. അടുത്തത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുക.
ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. അടുത്തത് വിമർശനങ്ങളില്ലാതെ ജീവിക്കുക. വിമർശനങ്ങളില്ലാതെ ജീവിക്കുക. അപ്പം അത്തരത്തിലുള്ള ഒരു ജീവിത പാന്താവ് കെട്ടിപ്പടുക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൽ അത്തരം ചില മൂല്യങ്ങളെ സംരക്ഷിക്കുക, അത്തരം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സമാധാനം ഉണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷം, അതിനാണ് ഐറിൻ എന്ന് പറയുന്ന സമാധാനം എന്ന് പറയുന്നതിന് അർത്ഥമാക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. പ്രശ്നരൂക്ഷതയിലും പതറാതെ മനസ്സ്, ഇടറാത്ത മനോഭാവം ഉണ്ടാകുക, പരാതിയില്ലാതെ ജീവിക്കുക, ചോദ്യം ചെയ്യാതെ അനുസരിക്കുക, വിമർശനങ്ങളില്ലാതെ ജീവിക്കുക. ഉദാഹരണങ്ങൾ ഇയ്യോബ്, അതുപോലെ തന്നെ എലൈജ, ഏലിയാവ്, അല്ലെ? നമുക്കറിയാം, പുഴു ഇങ്ങനെ തിന്ന് തൃപ്തിയായിട്ട് ഏമ്പോക്കം വിട്ടിട്ട് ഇറങ്ങിപ്പോകുമ്പം വീണ്ടും പിടിച്ചതിനെ കൊണ്ടുവന്ന്, ഇല്ലപ്പ, നിനക്കുള്ളതിന്റെ പങ്ക് ഇനിയും അവശേഷിക്കുന്നു എന്റെ ശരീരത്തിൽ, അതുകൊണ്ട് നീ എന്ത് ചെയ്യാ, അങ്ങനെ അങ്ങ് പോകാൻ പറയട്ടെ, ഇതുകൂടി കഴിച്ചിട്ട് പോ എന്ന് പറഞ്ഞ് സ്വാദിഷ്ടമായ ഭക്ഷണം, സ്വന്തം ശരീരം അവർക്ക് വേണ്ടി ദാനം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഇയ്യോബ്, അല്ലെ? തനിക്കുണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും നമുക്കറിയാം. ഇപ്പൊ ഇത്രയും പ്രശ്ന രൂക്ഷതയിലും സ്വന്തം ഭാര്യ പോലും തള്ളിപ്പറയുമ്പോൾ, പിന്നെ അടുത്ത് വന്നിരുന്ന് തന്റെ പ്രതിയോഗി പിശാച് തന്നെ പല നിലയിൽ പ്രകോപിപ്പിക്കുമ്പോഴൊക്കെ ദൈവത്തിലുള്ള വിശ്വാസം തള്ളിപ്പറയാതെ അചഞ്ചലനായി നിൽക്കുന്ന ഒരു വ്യക്തി, തിരിച്ചു ചെന്ന് ഏതൊരുവൻ പരീക്ഷിക്കാൻ വന്നു അവൻ തിരിച്ചു ചെന്ന് എവിടെ നിന്ന് വന്നോ അവിടെ ചെന്നിട്ട് പറയുന്നു, നീ ഒന്ന് കൈമാറ്റുന്നെങ്കിൽ, നീ ഒന്ന് സംരക്ഷണം പിൻവലിക്കുന്നെങ്കിൽ കാണാം, അല്ലേ? മക്കൾ മരിക്കുന്നു, എന്തെല്ലാം കന്നുകാലികൾ പോകും, സമ്പത്ത് നഷ്ടപ്പെടുന്നു, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരു ചാക്ക് കൊടുത്തുകൊണ്ട്, ഓട്ടുകഷ്ണം കൊണ്ട് തന്റെ വ്രണത്തെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഉരസി അതിൽ ആശ്വാസം കണ്ടെത്തുന്ന ഒരു ഇയ്യോബ്, അല്ലേ? നമുക്കൊരു മുറിവുണ്ടായാൽ അതുണ്ടാകുന്ന, ചുറ്റുമുണ്ടാകുന്ന, ഞങ്ങളുടെ നാട്ടിൽ നമ്മുടെ ഭാഷയിൽ പറയും പൊറ്റൻ എന്നൊക്കെ പറയും. ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുന്ന അറിയില്ല. അഥവാ ആ കരിഞ്ഞ ഭാഗത്ത് വേദന ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പതുക്കെ ഒന്ന് തലോടി നോക്കിക്കുകയും, അല്ലെ മുറിവിനൊന്ന് പലർക്ക് തലോടി നോക്കുകയും നമുക്ക് ആശ്വാസം കിട്ടും. നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറയാൻ, നമ്മുടെ മുറിവിനെ എന്ത് ചെയ്യാ, റൂമാലിട്ട് മൂടിയിട്ട് അന്യന്റെ മുറിവ് കണ്ടുപിടിക്കുകയും അതിൽ നമ്മുടെ വിരൽ ഉരസി ആശ്വാസം മാത്രമല്ല ചെറിയൊരു സുഖം കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്ന ആളുകൾ, അഥവാ ശ്രമമല്ല, അങ്ങനെ ശ്രമിക്കുകയും അത് കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകൾ. പോട്ടെ, എന്റെ വിഷയമല്ല കേട്ടോ. ശ്രദ്ധിച്ചേ, ഈ ഇയ്യോബ് നമുക്കറിയാം, ഞാൻ പ്രസംഗിക്കല്ല, നിങ്ങൾക്ക് ആ ചരിത്രം ഒന്ന് പറയാൻ വേണ്ടി, ഈ എന്തുവാ, ഈ സമാധാനം ഐറിൻ എന്താണെന്ന് പറയാൻ വേണ്ടിയാ. പ്രസരരൂക്ഷതയിലും പതറാതെ നിൽക്കുന്ന ഒരു മനസ്സ്, അവിടെയാണ് ആ വ്യക്തിയാണ് വാസ്തവത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് അവകാശപ്പെടാൻ കഴിയുക. നീതീകരണപ്പെട്ട ഒരു വ്യക്തി. കോടതി വെറുതെ വിട്ടവനെ ലോക്കൽ പോലീസ് ഉടൻ തന്നെ പറയുക, ചാർജ് ഷീറ്റ് കൊടുക്കുക, കോടതി തന്നെ വെറുതെ വിട്ടു. പക്ഷേ ഞങ്ങൾ കോടതിയെ സമർപ്പിച്ച ചാർജ് ഷീറ്റ് അനുസരിച്ച് വീണ്ടും നീ പ്രതിയാണെന്ന് പറയുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. മനസ്സിലായോ? നീതീകരിക്കപ്പെടുന്ന വ്യക്തിയോടെ മനോഭാവങ്ങൾ, മനസ്സ്, അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്നൊക്കെ. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത, ഞാൻ നൽകുന്ന ഒരു വിശദീകരണം ഇതാണ്. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഇതുപോലെ ബന്ധപ്പെട്ട് ഒന്നുകൂടെ പറയുന്നു. സംഭവിക്കാൻ സാധ്യതയില്ലാത്തതിനെ കുറിച്ചുള്ള സന്ദേഹം നമുക്ക് പലപ്പോഴും നമ്മൾ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. സംഭവിക്കുകയൊന്നുമില്ല, നമുക്ക് നല്ല ഉറപ്പുണ്ട്, പക്ഷേ സംഭവിച്ചെങ്കിലോ എന്ന് കാലം കൂട്ടി തീരുമാനിച്ച് ആ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴാണ് നമ്മൾ പതറിപ്പോകുന്നത്. അപ്പം ഐറിൻ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും പാലം കുലുങ്ങിയാലും കുലുങ്ങിയാലെന്ന് പറയുന്ന ഒരവസ്ഥ. പരാതിയില്ലാതെ ജീവിക്കുക. വെള്ളം തീർന്നു, അപ്പം തിന്നു, കാക്ക വരുന്നില്ല, ആകെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് കിട്ടിട്ട് നീ ഇവിടുന്ന് പൊക്കോ, അടുത്ത സ്ഥലത്തേക്ക് പൊക്കോളം പറയുമ്പോൾ ഒരു പരാതിയും ഇല്ലാതെ എന്ത് ചെയ്യാ, ഞാൻ ഇങ്ങനെ ഒരു ചെറിയ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വരികയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കാതെ വാദിക്കാതെ എന്ത് ചെയ്യുക, ഒരു പരാതി ഇല്ലാതെ എന്ത് ചെയ്യുക, അടുത്ത സ്ഥലത്തേക്ക്, പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു മാനസികാരോഗ്യം ഉള്ള വ്യക്തിക്കാണ് ഐറിൻ എന്ന സമാധാനമുള്ളത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഉറങ്ങുവാണോ എല്ലാവരും? ഓക്കെ, ശ്രദ്ധിച്ചേ. ഇനി അടുത്തത് ചോദ്യം ചെയ്യാതെ എന്ത് ചെയ്യുക, അനുസരിക്കുക. ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യുക, ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. ഈ ചോദ്യം ചെയ്യാനുള്ള ഒരു മനോഭാവം നമ്മളിൽ രൂപപ്പെടുന്നത് നമുക്ക്
നമുക്ക് വളരെ ഫേവർ ആയിട്ടുള്ള, നമുക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള, നമുക്ക് വളരെ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തി നമ്മൾ തന്നെ കണ്ടെത്തുന്ന പല ഇടങ്ങളും നമുക്ക് നഷ്ടമാകുകയും ആ ഇടങ്ങളെ മറ്റുള്ളവർ ചോദ്യം ചെയ്യും, അതിന്റെ പരമാധികാരത്തെ മറ്റുള്ളവർ ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് നമ്മളിൽ സ്വാഭാവികമായിട്ട് എതിർപ്പെടാനുള്ള ഒരു പ്രായോഗികമായ ഒരു പരിശീലനം നമ്മുടെ മനസ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. മനസ്സിലാകും എന്ന് പറഞ്ഞാൽ, ഞാനെന്ന് അനുഭവിക്കുന്ന സകല കാര്യങ്ങളും അതെന്റേത് മാത്രമാണെന്നും അത് ഞാൻ തന്നെ സ്വായത്തമാക്കിയതാണെന്നും അഭിമാനത്തോടു കൂടി പോകുമ്പോൾ നമ്മുടെ വഴികൾ, നമ്മൾ തെരഞ്ഞെടുത്ത, നമ്മൾ കണ്ടെത്തിയ ആ മാർഗങ്ങളെ നിയമപരമല്ല എന്ന് ആരെങ്കിലും കണ്ടെത്തിയാൽ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മളിൽ നിന്നും ഉയരുന്ന ഒരു പ്രതികരണമാണ് വാസ്തവത്തിൽ ചോദ്യങ്ങൾ. മറ്റൊന്ന്, നമ്മൾ നേടിയതൊക്കെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെ മനസ്സിലോ നമ്മുടെ ചിന്തയിലോ നമ്മുടെ ബുദ്ധിയിലോ ഒക്കെ നമ്മൾ നേടി എന്ന് അവകാശപ്പെടുന്നത് വെറും പൊള്ളത്തരമാണെന്നും, കാരണം കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർ നിശിതമായി വിമർശിക്കുകയും ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ പിടിച്ച മുയലിന് 1 അല്ല 2 അല്ല 3 അല്ല 10 എന്ന് പറഞ്ഞ് തർക്കിക്കാനും വാദിക്കാനും നമ്മൾ അറിഞ്ഞ ഹ്രസ്വമായ ചെറിയതായ ആ അറിവ് ഒന്നുകൂടി വിശാലപ്പെടുത്തി നമ്മൾ ഒരു ഫാബ്രിക്കേറ്റഡ് കാൽപ്പനികമായ കഥകളെ ഉണ്ടാക്കി സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളിൽ നിന്നും ഉയരുന്ന പ്രതികരണമാണ് ചോദ്യങ്ങൾ. ഞാൻ എന്ന വ്യക്തിയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുമ്പോൾ, എന്നെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ ഞാൻ സ്വാഭാവികമായി ഉയർത്തുന്ന പ്രതിരോധ ആയോധന മുറയാണ് ചോദ്യങ്ങൾ. നീയാണ് ചോദിക്കാൻ, അതെ ആരടാ എന്ന് ചോദിച്ചാൽ എന്തടാ എന്ന് പറയാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാര്യം എന്നറിയാമോ? നമ്മൾ നേടിയതൊക്കെ ഞാൻ എന്ന വ്യക്തിയെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല എന്ന് ഞാൻ തന്നെ എന്നോട് പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുക. നീ കൊള്ളാം, നീ മിടുകന, അല്ലേ? നമ്മൾ ഈ കണ്ണാടി രാവിലെ നോക്കിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ പോകുന്നത് കണ്ണാടി നോക്കിട്ട് ഇങ്ങനെ പോയിട്ടില്ല, നമ്മൾ എന്തെല്ലാം പരിപാടി നടത്തി അഡ്ജസ്റ്റ് ചെയ്ത് രാവിലെ പോവാ. ഞാനൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഇറങ്ങും, വീട്ടുകാർ പറയും കണ്ണാടിനെ കൂട്ടി കൊണ്ടുപോകാൻ പറയും. പിന്നെ അവിടെ കണ്ണാടിയൊക്കെ ഉള്ളതുകൊണ്ട്, ഞങ്ങൾക്ക് മേക്കപ്പ് റൂമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വിഷയമില്ല. ശ്രദ്ധിച്ചേ, നമ്മളിങ്ങനെ ഒരുങ്ങി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ കണ്ണാടിയുടെ മുമ്പിൽ മാറുന്ന ഒരു സമയം, ശ്രദ്ധിച്ചേ, മാറുന്നൊരു സമയം, നമ്മൾ തിരിഞ്ഞും തിരിഞ്ഞും ഒക്കെ നോക്കി അവസാനം ഡ്രസ്സൊക്കെ നല്ലപോലെ തോന്നുന്നു ധരിച്ചിട്ട് നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് ഓക്കെ എന്ന് പറഞ്ഞു നമ്മോട് തന്നെ പറഞ്ഞു, ഓക്കെ കൊള്ളാം, വിളിക്കണം കേട്ടോ, ഞാൻ കൊള്ളാം കൊള്ളാന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ പോകുമ്പം നമ്മൾ പറയാം, നീ മിടുക്കാനാ കേട്ടോ, കൊള്ളാം, നീ എല്ലാ കാര്യത്തിലും മിടുക്കാനാ, കൊള്ളാം, നീ നല്ല സൂപ്പറായിട്ടുണ്ട് എന്ന് നമ്മോട് തന്നെ പറഞ്ഞ് അവിടുന്ന് എപ്പോഴാ പോകുന്നത്, അവിടെ നോ പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മോട് തന്നെ പറയാം, കൊള്ളാം, സൂപ്പറാണ്, അല്ലേ? പക്ഷെ ഇതിനെതിരെ ഇത്തരം മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ബിംബങ്ങളും അത് ശരിയല്ല എന്ന് ആരെങ്കിലും ചോദ്യം ചെയ്താൽ, ഞാൻ എന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാൻ ചോദ്യത്തിന് മുമ്പിൽ എറിഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളിൽ ഉയരുന്ന പ്രതികരണമാണ് ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച്, വിമർശനമില്ലാതെ ജീവിക്കാൻ കഴിയുന്നതും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മളെ ചോദ്യം ചെയ്യുന്ന ഒരു ചെറിയൊരു വാക്ക് നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അസ്വസ്ഥപ്പെടും, ഇല്ലേ? പിന്നെ അന്നൊരു സമാധാനം പോവും, എല്ലാം പോവും, അല്ലേ? നമുക്ക് നമ്മളെ വിശ്വാസമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം, അല്ലേ? നമുക്ക് നമ്മളെ വിശ്വാസമില്ല, നമുക്ക് ബാക്കി എല്ലാവരും വിശ്വാസം, അല്ലേ? ബാക്കി എല്ലാവരെയും വിശ്വാസം. നമ്മള് ഇപ്പോഴേ അറിയത്തില്ല, ഇപ്പം മനോരമയ്ക്കകത്ത് നോക്കി കിട്ടും. അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ മനോരമ മാസികയൊക്കെ നോക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കും നക്ഷത്രഫലമാണ്. കാണിപ്പയ്യൂരിന്റെ നക്ഷത്രഫലം നമ്മൾ ഇങ്ങനെ മറിച്ച് പെട്ടെന്ന് 18-ാം പേജിൽ ചെറിയ കോളത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്ത് ചെയ്യാൻ, മറിച്ച് നോക്കി, കുഴപ്പമില്ലോട്ടെ, ഈ ആഴ്ച വലിയ പ്രശ്നമില്ല, അപ്പം അല്ലേ? നമുക്ക് ലോകത്തിൽ എല്ലാവരും വിശ്വാസം, നമുക്ക് നമ്മളെ മാത്രം വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മളെ ചതിച്ചു എന്നുള്ള മുൻകാല അനുഭവങ്ങളാണ് പലപ്പോഴും നമ്മളെ പോലും വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകും. പോട്ടെ, ഇത്രയും തന്നെ ചിന്തിക്കുക. നമുക്ക് സമാധാനപരമായി ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം വിശ്വാസത്തെ നമ്മൾ സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ്. പോട്ടെ, ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം, ഇക്കോമെൻ എന്ന് പറയുന്ന മേലാൽ ദൈവത്തോട് സന്തോഷകരമായ നിലയിൽ സമാധാനത്തോടുകൂടി തുടരാനുള്ള ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ, ഇന്നു മുതൽ അല്ലെങ്കിൽ ഞാനിങ്ങനെ ദൈവം നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് അത് മാത്രമാണ് എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് നമുക്കൊരു സമാധാനമായി ഇരിക്കാൻ കഴിയുക. ഞാൻ പറയാറുണ്ട്, എന്നോട് ദൈവം പറയാണ്,
എടാ ഈ രാത്രി അല്ല, ഇത് പകലാണെന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ ഞാൻ വിശ്വസിക്കും. അത് ദൈവമാണ് എന്നോട് പറഞ്ഞെങ്കിൽ. മനസ്സിലായോ? പക്ഷേ വേറെ വരുവാണെങ്കിൽ പറയും, അയ്യോ ശരിയാണല്ലോ, നല്ല വട്ടം ഉണ്ടല്ലോ. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അന്നേരം വെളിയിൽ ഇറങ്ങി നോക്കി, ശരിയാ, ഞാൻ വിശ്വസിച്ചു, ശരിയാണോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മളിൽ സജീവമായി നിൽക്കുന്ന ദൈവത്തോടുള്ള ആ പ്രതിബദ്ധത, ദൈവത്തോടുള്ള ഒരു ഐക്യദാർഢ്യം, ഒരു ഏകാത്മത എന്നും തുടരാൻ നമ്മൾക്ക് കഴിയുമെങ്കിൽ അവിടെ സംജാതമാകുന്ന ഒരു അവസ്ഥാവിശേഷം, ഒരു മാനസിക വൈകാരിക തലങ്ങളെ, ഞാനെന്ന വ്യക്തിയുടെ സമൂല മണ്ഡലങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ഒരു സ്വഭാവവിശേഷമാണ് വാസ്തവത്തിൽ സമാധാനം. അതിനാണ് ഇക്കോമെൻ എന്ന് പറയുക. അപ്പോൾ ഒന്നാമത് നീതീകരിക്കപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ദൈവത്തോട് സമാധാനം ഉണ്ടാകുക. മനസ്സിലായോ? ദൈവത്തോട് സമാധാനം ഉണ്ടാകുക. ഇനി അതിന് ബോധപരമായുള്ള വാക്യങ്ങൾ നിങ്ങൾ എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. അവസാനത്തത് യെശയ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം 17-ാം വാക്യം. യെശയ്യാവ് 32:17, 48:22. യെശയ്യാവ് 32:17, 48:22. ഇനി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം ദൈവത്വങ്കിലേക്ക് അല്ലെങ്കിൽ കൃപയിലേക്കുള്ള പ്രവേശനമാണ്. ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം. ഒന്നുകൂടെ പറയുന്നു, നീതീകരിക്കപ്പെടുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ. രണ്ടാമത്തെ കാര്യം ദൈവത്തിങ്കലേക്ക്, കൃപയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. രണ്ടാം വാക്യമാണ്. പ്രവേശനം എന്ന വാക്കിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം കേട്ടോ. പ്രോസ് അഗോഗെ അല്ലെങ്കിൽ നമുക്ക് പ്രൊസാഗോഗ് എന്ന് വായിക്കാം. ഇതിന് രണ്ട് ചിത്രങ്ങളാണ് നമ്മൾ വില്യം ബാർക്ലേ എന്ന് പറയുന്ന വേദപണ്ഡിതനെ കൊടുത്തിരിക്കുന്നത്. രണ്ട് വാക്യങ്ങൾ. ഒന്ന്, ഒരുവനെ രാജസന്നിധിയിലേക്ക് നേരിട്ട് ചെല്ലുവാൻ അനുവാദമില്ലാതെ മധ്യവർത്തികളുടെ സഹായത്തോടു കൂടി രാജസമക്ഷം സമർപ്പിക്കുന്ന ഒരു രീതി. അതിനാണ് പ്രസാഗോഗ് എന്ന് പറയുന്നത്. രാജാവിനെ ഡയറക്റ്റ് വിളിക്കാൻ നമുക്ക് അനുവാദമില്ല. മറിച്ച് നമ്മൾ എന്താ അറിയാമോ, ഒരു മധ്യവർത്തിയുടെ മധ്യസ്ഥനിലൂടെ നമ്മൾ വിളിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭയങ്കര കറണ്ട് കെട്ടു. ഞങ്ങളുടെ ഏരിയയിൽ പിന്നെ ഒന്ന് കറണ്ട് ഈ ഒരു കാറ്റിങ് ചുമ്മാ ഒന്ന് വീശിയാൽ മതി, എന്നാലും കറണ്ട് പോവുക. വെറുതെ അങ്ങ് അവർ ഓഫാക്കി വിടുക. ഇവർ പറയുന്നത് അപകടം ഒഴിവാക്കുക എന്നുള്ള ഒരു മാനുഷിക പരിഗണന. ഓക്കെ. അപ്പൊ അന്ന് നമ്മുടെ പോർച്ചുഗലിന്റെ കളിയാണ്, റൊണാൾഡോ. നമുക്കങ്ങനെ നമ്മുടെ അന്നത്തെ മെയിൻ താല്പര്യമുള്ള ആളുകാർ തോറ്റുപോയതുകൊണ്ട് കളി ഉണ്ടാക്കാന്നൊക്കെ ഓർത്ത് ഇരിക്കും. ഇങ്ങനെ കറണ്ട് പൊക്കോണ്ടേ ഇരിക്കും. വേൾഡ് കപ്പില് ഒരു തരത്തിൽ അന്നേരം ഞാൻ KSB വിളിച്ചു. കറണ്ട് പോകുക അന്നേരം നമ്മുടെ പരിപാടി KSB വിളിക്കുക എന്നുള്ളതാണ്. മണക്കാടിൽ നിന്ന് KSB അവരെ എടുത്തു. ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. കറണ്ട് വന്നില്ല. പിന്നെ കുറച്ച് ദിവസം വന്നു, പിന്നെ പോയി, പിന്നെയും വന്നു, പിന്നെയും പോയി. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഇങ്ങനെ കളി കാണാനിരിക്കുമ്പോൾ, ഞങ്ങൾ നല്ല പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ ഇരിക്കുമ്പോൾ ഇത് തന്നെ പരിപാടി. ഞാൻ അന്നേരം മനോരമ വിളിച്ചു. ഇതിനൊരു പരിഹാരം നമുക്കൊന്ന് ഒരു പത്രത്തിൽ ന്യൂസ് കൊടുക്കാൻ വേണ്ടി മനോരമ വിളിച്ചു. മനോരമ വിളിച്ച ഉടനെ അവര് മണർകാട്ടെ ഞങ്ങളുടെ ആ ലോക്കൽ ഒരു ലേഖകനുണ്ട്, അദ്ദേഹത്തിന്റെ നമ്പർ. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. സാറേ, ഇതാണ് ഞങ്ങളൊക്കെ, നമ്മൾ ഈ ഭയങ്കര ഫുട്ബോൾ പ്രേമിയാണ്, ഞങ്ങളുടെ വീട്ടുകാരുമായിട്ട് നാട്ടുകാരും മുഴുവൻ TV മുമ്പിൽ ഇരിക്കുമ്പം ഇത് KSB കാണിക്കുന്ന വളരെ മോശത്തരമാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സഭ്യമായ ഭാഷയിൽ അവർ പറഞ്ഞു, സാറേ അത് ഒന്ന് പേപ്പറിൽ ഇടണമെന്ന് പറഞ്ഞു. അവരോട് ചോദിച്ചു പേരെന്നാന്ന് ചോദിച്ചു. ഷാജൻ. വീട്ടുകാർ പറഞ്ഞിട്ട് ഷാജൻ എന്ന് പറഞ്ഞു. അവർക്ക് അതിങ്ങനെ വെറുതെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പത്രം നോക്കുമ്പം ഒരു ഫുട്ബോൾ പ്രേമിയുടെ KSBക്ക് ഇവിടെ തുറന്നു കത്തെന്ന് പറഞ്ഞ് എന്റെ പേരിൽ എന്ത് ചെയ്യുക, ഈ ന്യൂസ് വന്നു. ഞങ്ങളുടെ ലോക്കൽ പത്രത്തിൽ, കോട്ടയത്തിലാണ്. ഷാജൻ എന്ന് പറഞ്ഞ് പിന്നെ അതിനെ അറിയാവുന്നതൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചു. അത് കഴിഞ്ഞ് അന്ന് പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ ചെന്നു.
പിന്നെ അന്ന് പ്രധാനപ്പെട്ട കളികൾ വരിക. എന്നാലും ഞാൻ ഏതായാലും നമുക്ക് വൈദ്യുതി മന്ത്രിയെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് നെറ്റിനകത്തിന് നമ്പറുണ്ട്, ഇപ്പോഴത്തെ പുതിയ മന്ത്രി സണ്ണി ജോസഫിന്റെ ഒക്കെ. ഞാൻ ആ നമ്പർ എടുത്ത് വിളിച്ചപ്പം ഇപ്പം പറഞ്ഞു എനിക്ക് സണ്ണി ജോസഫ് സാറിനെ കിട്ടണമെന്ന് പറഞ്ഞു. ഉടനെ പുള്ളി പറഞ്ഞു, അയ്യോ സണ്ണി ജോസഫ് സാറിനെ കിട്ടത്തില്ല, പുള്ളി ഇപ്പൊ തിരക്കാണ്, ഞാൻ PA സാറ് പറഞ്ഞോളാം. അപ്പം അദ്ദേഹം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന PA, അദ്ദേഹം അങ്ങനെയാണ് പേരെന്ന് ഓർക്കുന്നു. അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ സംസാരിക്കും. ഞാൻ പറഞ്ഞു, സാറ് മലപ്പുറംകാരനല്ലേ, ഈ വേൾഡ് കപ്പിലൊക്കെ ഫുട്ബോൾ കളി ഭ്രാന്തന്മാരായ നിങ്ങൾക്ക് ഈ മനസ്സിലാകുമല്ലോ, അവിടെ ഒന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ KSB കത്തിക്കത്തില്ല സാറേ, ഞങ്ങൾ ഈ കോട്ടയംകാർക്കൊന്നും കാണണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ, ഞാനിത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം, അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ ചെയ്യാം, ഒരു കുഴപ്പമില്ല, സാറ് പറഞ്ഞ് കറക്റ്റാന്നെല്ലാം പറഞ്ഞ് ഞങ്ങളൊരു 10-15 മിനിറ്റ് വർത്താനെല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് ആണ് ഈ ഫുട്ബോൾ പ്രേമികളുടെ ആവശ്യപ്രകാരം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇത് കണ്ടുകെട്ട് പിൻവലിക്കാൻ പോവുകയാണ്, ഫുട്ബോൾ തീരുന്നവരെ ഉണ്ടായിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ന്യൂസ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, മന്ത്രിയെ നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നമ്മൾ നടത്തിയിട്ട് കിട്ടിയത് PA. അപ്പം PA എന്റെ വാക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്തു, PA മുഖാന്തരം മന്ത്രിയുടെ ഓഫീസിൽ ചെന്നു കാര്യങ്ങൾ ചെയ്തു. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഇതിനാണ് പ്രസാഗോഗ് എന്ന വാക്ക് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ ന്യായമായിട്ട് നമുക്ക് ചെല്ലാൻ അവകാശമൊന്നുമില്ല, നമ്മൾ പൗരനാണ്, ചെല്ലാൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷേ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു എന്തായാലും പറയുക, ഒരു ഹൈറാർക്കി ഉണ്ട്, എങ്ങനെയാണ് പോകേണ്ടത്, ആരോട് പറയണം, പിന്നെ ആരോട് പറയണം, ഇങ്ങനെ അങ്ങനെ അല്ലാണ്ടെങ്കിൽ വലിയ പാടാണ്. അപ്പം പക്ഷേ വോട്ടിന് സമയത്ത് അവർ നമ്മുടെ നേരത്തെ നമ്മുടെ വീട്ടിൽ വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പോട്ടെ. അപ്പം ഈ പ്രസാഗോഗ് എന്ന് പറഞ്ഞ രാജസന്നിധിയിൽ കറക്റ്റായിട്ട് ചെല്ലാൻ കഴിയാത്ത ഒരാള് അവർക്ക് വേണ്ടി ഒരു മധ്യസ്ഥൻ നിന്ന് എന്ത് ചെയ്യുക, പറയുന്നതിനാണ് പ്രസാഗോഗ് എന്ന്, അല്ലെങ്കിൽ പ്രസാഗോഗേ എന്ന് പറയുന്ന അവസ്ഥ. അതിനാണ് ദൈവത്തിലേക്ക് സമാധാനം ഉണ്ടാകും, കൃപയിലേക്കുള്ള പ്രവേശനം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇന്ത്യൻ തുറമുഖത്തേക്ക് ഒരു കപ്പൽ വരുന്നു അന്യരാജ്യത്ത് നിന്ന്. ഈ അന്യരാജ്യത്ത് നിന്ന് വരുന്ന കപ്പൽ ഇത്ര നോട്ടിക് മൈൽ, ശ്രദ്ധിക്കണം, ഇത്ര നോട്ടിക് മൈൽ അപ്പുറം കൊണ്ടേ നിർത്താനുള്ള അനുവാദമുണ്ട്. അങ്ങനെ കൊണ്ട് നിർത്തുന്ന ഈ കപ്പലിന് ഇവിടെ നിന്നും പ്രത്യേകമായി ഒരു ബോട്ടിൽ ഇവിടുത്തെ കപ്പിത്താനും ഇവിടുത്തെ ആൾക്കാരുടെ നാവികസേന ഉദ്യോഗസ്ഥന്മാർ അതിൽ കയറി അവിടെ ചെന്ന് അവിടെ അനുവാദത്തോടെ കൂടി അവരോ അവരുടെ സാന്നിധ്യത്തിൽ നേരത്തെ പറഞ്ഞ കപ്പലിന്റെ കപ്പിത്താനോ ഓടിച്ച് നമ്മുടെ തുറമുഖത്തേക്ക് പ്രവേശിക്കുന്ന ഈ പ്രവർത്തിക്കാണ് പ്രസാഗോഗ് എന്ന്, അല്ലെങ്കിൽ പ്രസാഗോഗേ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം അന്യരാജ്യത്തു നിന്നും കടന്നു വരുന്ന ഒരു കപ്പൽ അവർക്ക് ഇഷ്ടപ്രകാരം ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വരിക എന്ന് പറഞ്ഞ് ഇടിച്ചു കയറ്റാനുള്ള അനുവാദമില്ല. ഇത്ര നോട്ടിക് മൈൽ പാർക്ക് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അറിയിക്കും ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ ഇവിടുത്തെ നാവികസേനയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കടന്നു ചെന്ന് കാര്യങ്ങളെല്ലാം പരിശോധിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം ഒന്നെങ്കിൽ അവർ തന്നെ ഓടിച്ചു കയറ്റും, ആരുടെ സാന്നിധ്യത്തിൽ, നമ്മുടെ നാവികസേനയിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ, അവരുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അവരോ ഓടിച്ച് ഈ കപ്പൽ നേരെ ഡ്രൈവ് ചെയ്ത് അല്ലെങ്കിൽ കപ്പിത്താനത്തിനെ ഓടിച്ച് നമ്മുടെ തുറമുഖത്തേക്ക് കയറ്റുന്ന അല്ലെങ്കിൽ പ്രവേശിക്കുന്ന ഈ കാര്യപരിപാടിക്കാണ് പ്രസാഗോഗേ എന്ന് പറയുക. ഇതാണ് ദൈവത്തിലേക്കുള്ള പ്രവേശനം എന്ന് പൗലോസ് അർത്ഥമാക്കുന്നത്. ശ്രദ്ധിച്ചേ, എങ്ങനെ നമുക്ക് ദൈവത്തിലേക്ക് പ്രവേശനം ലഭിച്ചത്? ഞാൻ നമ്മൾ പറഞ്ഞ പോലെ അടിമച്ചന്തയിൽ ആർക്കും വേണ്ടാതെ കടന്ന ഒരു കൂട്ടം ആളുകളെ, അല്ലെങ്കിൽ നമ്മളെയൊക്കെ ദൈവം തന്റെ സമുദ്രം മുഖം പിടിക്കാതെ താൻ ദാസരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് നമ്മളിലേക്ക് വന്നിട്ട് നമ്മളെ എന്ത് ചെയ്യുക, കൈപിടിച്ച് ആ ദൈവത്തിലേക്ക് എന്ത് ചെയ്തു, നമുക്ക് ഡയറക്റ്റ് ചെല്ലാനുള്ള അനുവാദമില്ലാതിരിക്കെ ദൈവം നമുക്ക് പകരമായി മധ്യസ്ഥനായി നിന്ന് നമ്മളെ കൈപിടിച്ച് അവിടേക്ക് പ്രവേശിപ്പിച്ചു. അതിനാണ് പ്രസാഗോഗ് അഥവാ കൃപയിലേക്ക്, ദൈവത്തിലേക്ക് പ്രവേശനം ലഭിച്ചു എന്ന് പറയുക. ഇതാണ് നീതീകരണത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയും. മനസ്സിലായോ? നീതീകരണത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയും. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയുള്ള ചില അർത്ഥങ്ങൾ, പ്രസാഗോഗ് എന്ന് പറയുന്നതിന് അർത്ഥം ഞാൻ പറയാം. ഷണ്ടയിൽ നിന്നും രമ്യതയിലേക്ക് പ്രവേശിക്കുക, ഷണ്ടയിൽ നിന്നും രമ്യതയിലേക്ക് പ്രവേശിക്കുക, അതിനാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, തടവറയിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. തടവറയിൽ നിന്നും മോചനം പ്രാപിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന്. അരാജകത്വത്തിൽ നിന്നും സമൃദ്ധിയിലേക്ക്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും സമൃദ്ധിയിലേക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊക്കെയാണ് ഈ പ്രസാഗോഗ് എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 3-ാം വാക്യം, യേശു ശമരിലൂടെ പോകേണ്ടി വന്നു, ശമരിയ സ്ത്രീയോട് വെള്ളം വാങ്ങി കുടിക്കുന്നു. രണ്ട് തലമുറകൾ പല തലമുറകൾ മുമ്പ്
പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തെ ദൈവത്തിലേക്ക് അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ട അവർക്ക് അവകാശം പുനഃസ്ഥാപിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും അല്ലെ. നട്ടിച്ച നേരത്ത് കിണറിന്റെ പക്കത്തിൽ യേശു ചെല്ലുന്നു, വെള്ളം ചോദിക്കുന്നു, തർക്കങ്ങളായി വാദങ്ങളായി അവകാശവാദം പറയുന്നു, സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നു. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പം നിഷേധിക്കപ്പെട്ട അവകാശങ്ങളെ പുനഃസ്ഥാപിക്കുക എന്നാണ് വാസ്തവത്തിൽ കൃപയിലേക്കുള്ള പ്രവേശനം നീതീകരണം കൊണ്ട് സാധിക്കുന്നത്. മനസ്സിലായോ? നമുക്കൊക്കെ നിഷേധിക്കപ്പെടുന്ന പല അവസരങ്ങളും ദൈവത്താൽ പുനഃസ്ഥാപിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ആ പ്രവൃത്തിയാണ് ഈ കൃപയിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത്. എങ്ങോട്ടാ പ്രവേശിക്കുന്നത്? എഫേസ്യ ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യം. പിതാവിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചു. റോമാലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചു എന്നുള്ളതാണ്. ഇനി മൂന്നാമത് മഹത്വകരമായ പ്രത്യാശ. മഹത്വകരമായ പ്രത്യാശ. 3:2-11 വാക്യങ്ങൾ. 3:2-11 വാക്യങ്ങൾ. 3 വിധമായ പ്രശംസകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഒന്ന്, കഷ്ടങ്ങളിൽ പ്രശംസിക്കാൻ കഴിയുക. കഷ്ടങ്ങളിൽ പ്രശംസിക്കുക. ആർക്കാണ് കഷ്ടങ്ങളിൽ പ്രശംസിക്കാൻ കഴിയുന്നത്? ദൈവത്തോട് സമാധാനമുള്ളവൻ. ഒന്നുകൂടി ഞാൻ പറയാം, കഷ്ടങ്ങളിൽ പ്രശംസിക്കുക. നാം ദൈവ തേജസ്സിൽ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്ന് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നു. പൂർവകാലങ്ങളെ ഓർക്കാതെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന മഹത്വകരമായിരിക്കുന്ന അവസ്ഥയാണ് ഈ പ്രശംസ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഒന്ന്, ആർക്കാണ് കഷ്ടങ്ങളെ പ്രശംസിക്കാൻ കഴിയുന്നത്? ദൈവത്തിൽ സമാധാനമുള്ളവർക്ക്. നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴില്ല, പണ്ട് നാടുകളിലൊക്കെ ഈ യുദ്ധം കഴിഞ്ഞു വരുന്ന ആളുകളുണ്ട്. കാർഗിൽ പോലെ, അല്ലെങ്കിൽ മിലിറ്ററി എന്നൊക്കെ യുദ്ധം കഴിഞ്ഞ് ചൈന വാറിലൊക്കെ പങ്കെടുത്ത ആളുകളൊക്കെ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഈ സന്ധിക്കൊക്കെ, ഈ സായാം സന്ധികളിൽ നമ്മുടെ നാട്ടുപുറത്തുള്ള കടകളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വെടി പറയും, ഭയങ്കര ബോംബ് പൊട്ടിക്കും. അപ്പം അവര് കൈയെല്ലാം കാണിച്ചോണ്ട്, ഞാൻ ഇതുണ്ട്, ഈ കയ്യിൽ തമ്പ് കൊണ്ടോ, AK-47 ഇങ്ങനെ പിടിച്ച് എന്റെ നെഞ്ചത്തോട്ട് അതിന്റെ ചുവടങ്ങോട്ട് വെച്ച് വയറ്റ് പഠിച്ച് കാഞ്ചി പഠിച്ച് ഞാൻ പൊട്ടേന്ന് എന്ത് ചെയ്യാൻ ഇങ്ങനെ നമ്മുടെ എതിരാളികൾ പാകിസ്ഥാൻകാർക്കെതിരെ ചൈനക്കാർക്കെതിരെ ഇങ്ങനെ നിറയൊഴിച്ച കണ്ടോ, അന്ന് ആ തോക്ക് ഇവിടെ ചുമന്നതിന്റെ ഒരു പാടാണ് ഈ കാണുന്നത്. നിങ്ങളുണ്ടോ ഈ മുറിവ് കണ്ടോ? ഈ മുറിവെന്ന് പറയുന്നത് അന്ന് യുദ്ധം ചെയ്യുമ്പോൾ ഒരു ഷെല്ല് വന്ന് തെറിച്ച് ഞങ്ങൾ നിന്ന ഭാഗത്തേക്ക് വീണിട്ട് അതൊരു ചില്ല് വന്ന് തെറിച്ച് ഉണ്ടായ മുറിവാണ്. ശരീരം വേണേ ഷർട്ടും ഒക്കെ പോരി എന്ത് ചെയ്യാം, മൊത്തം കാണിക്കും ശരീരം. വയറ് കണ്ടോ, ഇവിടെ കണ്ടോ, നെഞ്ചത്ത് കണ്ടോ, ഈ മുറിവ് കണ്ടോ? എന്താണെന്നറിയാമോ? ഞങ്ങൾ പണ്ട് യുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ ഒരു തെളിവാണ്. ശ്രദ്ധിച്ചേ, ഈ പ്രശംസ എന്ന് പറഞ്ഞ ആർക്കാണ്? വിജയിച്ച ഒരു വിജയിക്ക് അവന്റെ മത്സരങ്ങളിൽ അല്ലെങ്കിൽ അവന്റെ യുദ്ധത്തിൽ ഏൽക്കുന്ന എന്തും പിന്നീട് അവൻ നേരിടുന്ന എന്തും അവൻ അനുഭവിക്കുന്ന എന്തും പിന്നീട് അവന് പ്രശംസയ്ക്ക് കാരണം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഒരു പടയാളി തന്റെ മുറിവിൽ എന്ത് ചെയ്തു? പ്രശംസിക്കുന്ന പോലെ ഒരു ദൈവത്തോട് സമാധാനമുള്ള ഒരുവൻ ദൈവത്തിൽ എന്ത് ചെയ്യും? കഷ്ടതയിൽ പ്രശംസിക്കും. നമ്മുടെ ആകെ പ്രശംസ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച സാക്ഷി കൊണ്ട് നമ്മൾ അവിടെയാ പ്രശംസ മുഴുവൻ. ദൈവമക്കളെ പ്രാർത്ഥിക്കാൻ ഒരു സമാധാനം, അല്ലെ? മുഴുവൻ കഷ്ടതയും പ്രയാസം ബുദ്ധിമുട്ടുമാണ് എങ്കിലും അവിടെയാ പ്രശംസ വരുന്നത്. എങ്കിലും പിന്നെ ഇടയ്ക്ക് പീരെ പോലെ നമ്മൾ 2 അന്യഭാഷയൊക്കെ പറഞ്ഞിട്ട് ഉടനെ പറയും ദൈവം എന്നെ നല്ല കാര്യം. ഞാൻ വിമർശിക്കുകയല്ല. നമുക്കുണ്ടാകുന്ന ചെറിയ ഒരു പനി പോലും, നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ആരോപിക്കുന്നത് പിശാചില്ല. എന്റെ വൈഫ് ഇങ്ങനെ വീണിട്ട് കഴിഞ്ഞ ദിവസം വീണ് ഒരു 2 മാസം ആകാൻ ഇവിടെ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായി. കൈ ഇങ്ങനെ ഇടത് കൈ ഇങ്ങനെ വെച്ച് ശൃംഗിട്ട് നിൽക്കുക, ഇങ്ങനെ കുറച്ച് നിൽക്കാറായി. പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച, ഈ ഞായറാഴ്ചയല്ല, അതിന് മുമ്പത്തെ ഞായറാഴ്ച ഭയങ്കര മഴയാണ്. വീടിന്റെ ഫ്രണ്ടിൽ ടെറസിൽ ഇങ്ങനെ ഞാൻ ഹെൽമെറ്റ് ഉണങ്ങാൻ വെച്ചു. മഴ പെയ്തു എന്ന് കണ്ടവരെ ഞാൻ ഓടിച്ചെന്ന് എടുക്കാൻ വേണ്ടി ചെന്നതാണ്. ശകല സ്പീഡ് കൂടി ചവിട്ടിയത് ഒരു പായലിനാൽ തെന്നി അങ്ങോട്ട് പോയിട്ട്
തല നേരെ സിബിലിറെ അടിച്ചു, പുറവും അടിച്ചു ഈ സൈഡ്. ഞാൻ എന്നാലും കൂടാട്ട് എഴുന്നേറ്റ്. ഈ കിളി പറന്നു പോകുന്നു കേട്ടിട്ടില്ല. ഇരിക്കാത്ത കണ്ണും കാണാൻ പറ്റും, ഒന്നും കാണാൻ പറ്റും. ഞാനിങ്ങനെ 5 മിനിറ്റ് അവിടെ കിടന്നു, പെട്ടെന്ന് എഴുന്നേറ്റു. പിന്നെ ഞാൻ പെട്ടെന്ന് ഓക്കെ ആയി. ഈ കഴുകി നല്ല കുളിച്ചു. ഞാൻ ബാത്റൂമിൽ പോയി തലയെല്ലാം വെള്ളം കൊണ്ടൊക്കെ തുറച്ച് ഓക്കെ ആയി. ഞാൻ പറയാ ദൈവമക്കളെ, ഞാൻ അങ്ങോട്ട് ചെന്നിടണേ, മഴയുണ്ടെന്നുള്ള വാസ്തവമാണ്. അവിടെ തെന്നിക്കിടക്കാന്ന് എനിക്കറിയാം. പക്ഷെ പിശാചിനെ തള്ളിയിട്ടു. പിശാജ് അപ്പൊ ഞാനിങ്ങനെ സന്തോഷമായിട്ട് പോകുന്നവന് ഒരിക്കലും ഒരു ഇഷ്ടമില്ല. പിശാചെന്നെ ഇവിടെ ഈ പാവപ്പെട്ടായി പിശാചിനെ എന്നെ പറ്റി നമ്മൾ കാണിക്കുന്ന ഈ കുഴപ്പം കൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റും എന്ന് അറിഞ്ഞുകൊണ്ട് പതുക്കെ പോയി എടുത്താൽ മതി. ഇനി 2 തുള്ളി വെള്ളം വീണാലും കുഴപ്പം വരും ചിന്തിക്കുകയായിരുന്നെങ്കിലോ. അതൊന്നും ചിന്തിക്കാൻ സമയമുണ്ടോ? ഭയങ്കര മഴ വരിക, നമ്മൾ ഓടിച്ചെന്ന് തെന്നി വീണ് നമ്മളെ ആരോപിക്കുന്ന എന്താ അറിയാം, പിശാചി തന്നെ തള്ളിയിട്ടു. ഒരിക്കലും ഇങ്ങനെ പിശാചി ഇങ്ങനെ ഊടാടി സഞ്ചരിച്ച് ഇങ്ങനെ വരിക. അന്നേരമാണ് കെട്ടാത്ത, അല്ലെങ്കിൽ കല്ലുകൊണ്ടോ മണ്ണ് ഇതുകൊണ്ട് പിന്നെ ഇസ് കൊണ്ട് കെട്ടാത്ത മറയില്ലാത്ത ഒരു കിണറിന്റെ സൈഡിൽ ഒരാൾ കിടന്നു. ഭയങ്കര ഉറക്കമാണ്. തലവസ്ഥ എങ്ങനെന്തോ ജോലിയെല്ലാം കഴിഞ്ഞ് പുള്ളി കാറ്റ് കൊള്ളാൻ വേണ്ടി കിടന്നെവിടെ തിരിയാമോ, കിണറിന്റെ സൈഡില്ല. ഊർക്കം വലിച്ചുറങ്ങുക. ആ സമയത്താണ് പിശാചി ഇങ്ങനെ കറങ്ങിയടിച്ച് വരുന്നത്. ഊടാടി സഞ്ചരിക്കുക നമ്മൾ പറയുമല്ലോ. പുള്ളി ഇങ്ങനെ അഴിച്ചുവിട്ട് വരുമ്പം ഈ പുള്ളി കിടന്ന് സുഖമായി ഉറക്കമാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഈ പുള്ളി അബോധാവസ്ഥയിലേക്കാകും. നേരെ എന്ത് ചെയ്യും, മറിഞ്ഞ് കിണറ്റി വീഴും. പിന്നെ എനിക്കാണ് കിടക്കപ്പുറതി ഇല്ലാത്തത്, എനിക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് ഞായറാഴ്ച എല്ലാവരും കൂടി എനിക്കെതിരെ ശക്തമായ പ്രാർത്ഥനാ മുറകൾ ഉപയോഗിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് പിശാച് ഈ പുള്ളി വിളിച്ചെഴുന്നേക്കും. അതാവേ എഴുന്നേക്കാൻ പറഞ്ഞു. എന്നാണ് കിടക്കുന്നു ചോദിച്ചും പറഞ്ഞു. ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ചൂട്, അതുകൊണ്ട് ഇങ്ങനെ കിടന്നുള്ളൂ. ആ ചൂടാണെങ്കിലും നീ അകത്ത് പോയി ഫാനിട്ട് കിടന്നു. നീ ഇത് ഒന്നാമത് മറയില്ലാത്ത കിണറാ. എങ്ങാനും കാല് തെറ്റി അല്ലെങ്കിൽ അറിയാതെ നീ താഴോട്ട് പോയി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കാണ് ബുദ്ധിമുട്ട്. എന്റെ മൂക്ക് ഞാൻ തുമ്മി ഇടപാട് തരും. അതുകൊണ്ട് നിങ്ങളുടെ ഭാഷ ഉൾപ്പെടെ നിങ്ങളുടെ വിശ്വാസികൾ ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും പിശാചിന് കുഴപ്പമെന്ന് പറയും. അതുകൊണ്ട് വീട്ടിൽ പോയി കിടക്കാൻ പറഞ്ഞെന്ത് ചെയ്യും, പിശാച് അവന്റെ വീട്ടിൽ പറഞ്ഞു. ഈ നമ്മുടെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ആരോപിക്കുന്ന ആരാ, ഏറ്റെടുക്കാൻ ആരെങ്കിലും വേണമല്ലോ അല്ലേ? പിശാച്. ശ്രദ്ധിച്ചേ, നമ്മൾ കഷ്ടങ്ങളിൽ നമുക്ക് പ്രശംസിപ്പാൻ കഴിയണം. ഞാൻ ഈ പരാജയങ്ങളിലൊക്കെ പ്രശംസിക്കാൻ കഴിയുമോ, അഭിമാനം കൊള്ളാൻ കഴിയുമോ? ഞാൻ തോറ്റുപോയി. ഇനിയിപ്പോ ലോകത്തിൽ മനുഷ്യൻ തോറ്റിട്ടില്ലേ? എന്റെ തോൽവിയിലൂടെ ഞാൻ പഠിച്ച പാഠങ്ങൾ എന്റെ വിജയത്തിന് ആധാരമാണെന്ന്, അത് ചവിട്ടുപടിയാണെന്ന് നമ്മൾ എപ്പോൾ തിരിച്ചറിയുന്നു. പരാതിയില്ലാതെ, ആരോടും പരാതി പറയാതെ അത് എന്റെ കുഴപ്പം കൊണ്ട് തന്നെയാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് നമുക്ക് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ ഉണ്ടാകുന്നത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഒരു നീതീകരിക്കപ്പെടുന്ന ഒരുവൻ, ദൈവത്തോട് സമാധാനമുള്ള ഒരുവൻ, അവൻ കഷ്ടതയിൽ എന്ത് ചെയ്യും, പ്രശംസിക്കും. അതുകൊണ്ടാണല്ലോ തിന്ന് തൃപ്തനായി പിന്നെ ഏമ്പക്കം വിട്ടു പോകുന്ന പുഴുവിനെ പിടിച്ച് വീണ്ടും സ്വന്തം വ്രണത്തിൽ വെച്ചിട്ട് ബാക്കി കൂടി ഭക്ഷിച്ചിട്ട് പോയാൽ മതിയോടോ എന്ന് പറയാനുള്ള ആർജവമുള്ള ഒരുവൻ ആരാണ്? ഇയ്യോബ്. അതാണ് വാസ്തവത്തിൽ. നീ എന്നെ തോൽപ്പിക്കാൻ വന്നതാണെങ്കിൽ, നീ എന്നെ പരാജയപ്പെടുത്താൻ വന്നതാണെങ്കിൽ, നീ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താൻ വന്നതാണെങ്കിൽ അത് കഴിഞ്ഞു പോയാൽ മതിയെന്ന് സമാധാനത്തോടുകൂടി, ഉറപ്പോടുകൂടി, തന്റെ ഇടത്തോടുകൂടി പറയണം. എവിടെ? നമുക്കെതിരെ വരുന്ന സകല മുറിവുകളോട്. അങ്ങനെ പറയാൻ കഴിയുമ്പോഴാണ് ഞാൻ അതിനായത്. എനിക്ക് എങ്ങനെ പ്രശംസ ഉണ്ടാകുന്നത്? നമ്മൾ പരാജയപ്പെട്ടു പോകുമ്പോൾ നമുക്ക് എതിരെ ഉണ്ടാകുന്ന സകല പ്രശ്നങ്ങളെയും അതിനെ എതിർക്കാൻ നമ്മുടെ മുമ്പിൽ ഒരു പരിചയ പോലെ നിൽക്കാൻ ഒരാളെ ഉണ്ടാകും എന്നുള്ള ബോധ്യം, അത് ഉണ്ടെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാകട്ടോടു. അതിനിപ്പോ തന്നെ എനിക്ക് മുമ്പിൽ നിൽക്കാൻ ഒരാളുണ്ടെന്ന് എനിക്ക് തൻ്റെ അടുത്തോടുകൂടി പറയാം. കാരണം ഒന്നുകൂടി ഞാൻ പറയാം, ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളും അതിലൂടെ ഞാൻ പരിചയപ്പെട്ട യേശു എന്ന് പറയുന്ന, ദൈവം എന്ന് പറയുന്ന ആ ധർമ്മം, ആ സത്യം, ആ നീതി, അഥവാ എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, എനിക്ക് പകരമായി നിൽക്കാൻ ഒരുവൻ ഉണ്ട്. അത് ആ ബോധ്യം ഞാൻ നന്നായി എനിക്ക് മനസ്സിലാകുമ്പോഴാണ് ഞാൻ എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നത്. നമുക്കൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസമൊന്നും നമുക്ക് അത്ര അങ്ങോട്ട് പരീക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും പറയും, വിശ്വാസമുള്ളത് എല്ലാവർക്കും ഉള്ളതല്ല വിശ്വാസം എന്ന് പറയുന്നത് കേട്ടോ. വിശ്വാസമുള്ള എല്ലാവർക്കും വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഉണ്ടെന്ന് പറയും നമുക്ക് പോലും കൃത്യമായിട്ട് വിശ്വാസങ്ങളിലേക്ക്, അല്ലെങ്കിൽ വിശ്വാസത്തെ പരിശോധിക്കുന്ന ഒരു ഘട്ടമുണ്ടാകട്ടെ. അവിടെയാണ് നമ്മൾ വിശ്വാസത്തിന്റെ ആ മൂല്യം അത് മാണിക്യമാണോ, മരതകമാണോ, അതോ സാധാരണ എന്തെങ്കിലും ആണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. മനസ്സിലായോ? തട്ടിപ്പില്ലാതെ തട്ടാൻ എന്റെ കയ്യിൽ 1 കിലോ സ്വർണം, നമ്മളൊരു ഉദാഹരണമാണ്, 1 കിലോ സ്വർണം കൊടുക്കുക. അതിനു മുമ്പ് ഞാൻ എന്ന് പറയാ, ഞാൻ പറഞ്ഞ് ഒരു കിഴുത്ത ഇടുക തരാൻ പറഞ്ഞു. അടുക്കൂടെ
ഈ നടുക്കൂടെ കിഴുത്തിയിട്ട് അദ്ദേഹം തന്നു. അതിനകത്ത് വലിയൊരു ചരടം കെട്ടിയിട്ട് കഴുത്തെ തൂക്കിയിട്ട് നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്നാ പറയും, ഈ പുള്ളിക്ക് എന്തോ ഈ ഇടയ്ക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടായെന്ന് തോന്നുന്നുണ്ടോ, പ്രാർത്ഥനക്കാരും കണ്ടില്ലേ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ. വെളിയിൽ കുളയിലെ 12-ാം വാർഡിലേക്ക് അദ്ദേഹത്തിന് മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, സാമാന്യബോധമുള്ള ഒരാള് ഒരിക്കൽ പോലും ഒരു സ്വർണ്ണക്കെട്ട് ഇടിച്ചിട്ട് അതിനകത്ത് ചരടിട്ടിട്ട് കഴുത്തയിടുകയില്ല. മറിച്ച് തട്ടിപ്പില്ലാത്ത തട്ടാൻ്റെ കൈ കൊടുത്തിട്ട് നമ്മൾ പറയുന്ന ഫാഷനുള്ള, നമ്മൾ പറയുന്ന നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു ആകാര രൂപഭംഗിക്ക് ഹിതമുള്ള ഒരു മനോഹരമായ ഒരു ആഭരണം തീർത്ത് അതടിയുമ്പം പറയാം കൊള്ളാം, കൊച്ചം വിശ്വാസം പോയെങ്കിലും നമ്മൾ അങ്ങനെയാണല്ലോ. ചെറിയൊരു മാലയോ ചെറിയൊരു ഒരു ഈ സ്വർണത്തിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ വിധി എഴുതും പുള്ളി വിശ്വാസത്തിന് പോയെന്ന്. എങ്കിലും ആയിക്കോട്ടെ, ഈ വിശ്വാസത്തിൽ പോയെങ്കിൽ പോലും കൊള്ളാം കൊണ്ടാ പയ്യന്റെ ദേഹത്ത് കിടന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് കിടന്നിട്ട് കൊള്ളാം നന്നായിരിക്കുന്നു അല്ലേ. മറ്റേതാണ് എന്നാ പറയും, മൂല്യമെല്ലാം ഒരുപോലെ അല്ലേ. 1 പവൻ 1 കിലോ അല്ലെങ്കിൽ 1 പവൻ സ്വർണം അതുകൊണ്ടുണ്ടാക്കിയ ആഭരണവും അത് കട്ടിയായിരിക്കുന്ന അവസ്ഥയിൽ മൂല്യം ഒന്നാണെങ്കിലും അത് പ്രാവർത്തികമാകുമ്പോൾ ഉള്ള വ്യതിരക്തത, വ്യത്യാസമാണ് വാസ്തവത്തിൽ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞത് അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കപ്പെടണം. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഈ ബ്ലഡ് ഗ്രൂപ്പ് അറിയാം അല്ലേ? O പോസിറ്റീവ്, B നെഗറ്റീവ്, AB പോസിറ്റീവ്, ഇതൊക്കെ അറിയാം. ഈ ജീവിതത്തിൽ ഇന്ന് വരെ നമുക്ക് അത് പരിശോധിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. ബ്ലഡ് ഉണ്ടെന്ന് അറിയാം, അത് ഏത് ബോധി അതൊന്നും എനിക്ക് അതിനൊന്നും ആവശ്യമൊന്നുമില്ല. ഞാൻ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരുവൻ, അതുകൊണ്ട് എനിക്ക് ഈ പരിപാടി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് അസുഖം ഉണ്ടാകുന്നു. ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് ബ്ലഡ് വേണം, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പോയി ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ കാര്യം നടക്കൂ? ഇല്ല, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വഹിക്കുന്ന എന്ത് അത് പരിശോധിക്കപ്പെടണം. അവിടെയാണ് നമ്മളെ ചേർത്ത് പിടിക്കാൻ ചിലർ ഉണ്ടാകുന്ന ബോധ്യം നമുക്കുണ്ടാകുന്നു. അവിടെയാണ് ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളൊക്കെ എന്നോടൊപ്പം മറ്റുള്ളവർക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും, എന്നെ ഉൾക്കൊള്ളാൻ കഴിയും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നു. പോട്ടെ, ഞാനൊരു മോട്ടിവേഷൻ ടോക്ക് പറയല്ല. നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് നന്നായി ചോദ്യം ചെയ്യപ്പെടണം. അവിടെയാണ് നമ്മൾ അതിന്റെ മൂല്യം തിരിച്ചറിയുന്നത്. ഇനി അതിന്റെ ഒരു വിശദീകരണം പറഞ്ഞ് ആ ഭാഗത്ത് നിന്ന് വിരമിക്കാം, നമുക്ക് അവസാനിപ്പിക്കാം. കഷ്ടത എന്ന് പറയുന്നത് എന്താ? കഷ്ടത ഉളവാക്കുന്നത് നിങ്ങളൊന്ന് പറഞ്ഞേ. സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ. എന്താ ഈ 3 കാര്യങ്ങൾ? എന്താ പറയാ, സഹിഷ്ണുതയൊക്കെ ഞങ്ങൾക്കറിയാം. ഈ സഹനശക്തി ഒന്നും ഇല്ലാതല്ലേ ഇത്രയൊക്കെ പിടിച്ചു നിന്നില്ലേ, അത് തന്നെയാണ് സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ ദീർഘക്ഷമയോടുകൂടി സഹനശക്തിയോടുകൂടി ഇരിക്കാൻ കഴിയുക. അതാണ് ഈ കഷ്ടതയുടെ ഒരു കഷ്ടതയിൽ പ്രശംസിപ്പാൻ കഴിയുക എന്ന് പറയുന്നതിന്റെ വിശദീകരണമാണ് ഞാൻ പറയുന്നത്. നമുക്കുണ്ടാകുന്ന കഷ്ടത എന്ന് പറയുന്നത് സഹിഷ്ണുത നമ്മളിൽ ഉളവാക്കപ്പെടും. എന്താ സഹിഷ്ണുത? ദീർഘക്ഷമയോടുകൂടി വിജയത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഒരു മനോഭാവം ഉണ്ടാക്കപ്പെടും. നിന്റേതെല്ലാം എന്റേതും, എന്റേതെല്ലാം നിന്റേതും എന്ന് നമ്മൾ പലപ്പോഴും പറയുമ്പോഴും നിന്റെയല്ല എന്റേതും, എന്റേതും എന്ന് പറയുന്ന ഒരു കാര്യപരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം വേണം, പെട്ടെന്ന് എനിക്കെല്ലാം വേണം, എല്ലാം എനിക്ക് പെട്ടെന്ന് കാത്തിരിക്കാനുള്ള ഒരു വൈമനസ്യം. 10:10 പ്രിയദർശിനി. ഇപ്പം രാവിലെ ഒരുങ്ങിയ പ്രിയദർശിനി കയറുക, എവിടം വരെ പോകുന്നു? അങ്ങനെയൊന്നുമില്ല, എവിടം വരെ ഈ വണ്ടി പോകും. ഈ വണ്ടി നമ്മൾ കോട്ടയം വരെ പോകും. കോട്ടയത്ത് നിന്ന് അവിടെ നിന്ന് കഴിഞ്ഞാൽ ആലപ്പുഴയ്ക്ക് വണ്ടിയുണ്ടോ? ഏത് പ്രിയദർശിനി? അയ്യോ, ഡയറക്റ്റ് ആലപ്പുഴയ്ക്ക് പ്രിയദർശിനി ഇല്ല. പിന്നെ അങ്ങനെ നമുക്ക് ചങ്ങനാശ്ശേരി ഇറങ്ങാം, എന്നിട്ട് അവിടെ നിന്നുണ്ടോ? അവിടെ നിന്നുണ്ട്. അപ്പൊ ഒരു കോട്ടയം നിന്നേര്. അപ്പൊ അവിടുന്ന് നമ്മൾ നേരെ ഈ കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരി കയറി പ്രിയദർശിനി കയറി, പിന്നെ അവിടുന്ന് എന്ത് ചെയ്യാം, നേരെ ആലപ്പുഴ കണ്ട് ബീച്ചൊക്കെ കണ്ട് വൈകുന്നേരം തിരിച്ച് ഇതേ വണ്ടിയെ തിരിച്ചു വരുന്ന എത്ര പേര് ഞങ്ങളുടെ നാട്ടിലുണ്ടെന്ന് അറിയും. ഒരു പണിയില്ലെങ്കിൽ രാവിലെ നല്ലൊരു ഒരുങ്ങിയിട്ട് എന്ത് ചെയ്യാം, 5 പൈസ വണ്ടികൾ കൊടുക്കണ്ട അല്ലേ? ഈ പ്രിയദർശിനി 10:10 വരുന്നത് നമ്മുടെ വഴി കടന്നു പോകുന്നു. നമ്മൾ 9:50 ആകുമ്പോൾ അവിടെ പോയി നിൽക്കും. ഞാൻ എന്ത് ചെയ്യും? വരുന്നുമില്ലല്ലോ. അപ്പൊ ആകെ ടെൻഷൻ. നമ്മുടെ അങ്ങ് എന്ത് ചെയ്യാം, അങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആകുക. അടുത്തിരിക്കും നമ്മുടെ വാച്ച് തെറ്റാണെങ്കിൽ പിന്നെ മൊബൈൽ നോക്കും, മൊബൈലും തെറ്റാണെന്ന് നമുക്ക് തോന്നുക. പിന്നെ അടുത്തിരിക്കുന്നു, പക്ഷേ സമയം എന്നായി ഇപ്പം ആന്റി, ഇപ്പം 10 മണി 10:01 മുമ്പ് പറ്റുമല്ലേ? എന്നാ പ്രിയദർശിനി വരാന് 10:10 വരുന്നത് നമുക്കറിയത്തില്ലേ? അപ്പൊ അത് പറയാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? പല വാഗ്ദത്തങ്ങളും നമ്മോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാപിക്കാനുള്ള ഒരു മാനസികാരോഗ്യം നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ, നീ എന്നോട് ചെയ്തിട്ടുള്ള സകല വാഗ്ദത്തങ്ങളും വാഗ്ദാനങ്ങളും അത് പ്രാപിക്കും വരെ അതിനെ അവിശ്വസിക്കുവാനോ തള്ളിപ്പറയാനോ ആരാണോ അത് പറഞ്ഞത്
അങ്ങയെ ഒരു അംശം പോലും, ഒരു തന്മാത്ര പോലും അവിശ്വസിക്കുവാനോ ദൈവമേ നീ എന്നെ അനുവദിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞിട്ടുള്ള പല വാഗ്ദത്തങ്ങളും നിർവഹിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ എന്ന് എനിക്കറിയാം. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതുവരെ കാത്തിരിക്കാൻ എന്റെ മനസ്സ് ഞാൻ തന്നെ പരുവപ്പെടുത്തിയെടുക്കണം. അതിനാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്, അതിനാണ് സഹനശക്തി എന്ന് പറയുന്നത്. മനസ്സിലായോ? പോട്ടെ. ഇനി ഈ സഹിഷ്ണുത സിദ്ധതയെ ഉളവാക്കും. എന്തുവാ സിദ്ധത എന്ന് പറഞ്ഞത്? സിദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലേക്ക് ലാടവൈദ്യന്മാർ, സിദ്ധന്മാരുണ്ടായിരുന്നു. അവർക്കുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, ഈ സിദ്ധവൈദ്യന്മാർക്കുണ്ടാകുന്ന ഒരു ഇത്, ആ ഇതിനാണ് സിദ്ധത എന്ന് പറയുന്നത്. ആ ഇതല്ല സിദ്ധത. മനസ്സിലായോ? സിദ്ധത എന്ന് പറഞ്ഞാൽ സ്ഫുടം ചെയ്തെടുക്കുക, കീടം മാറ്റുക. സ്ഫുടം ചെയ്തെടുക്കുക, കീടം മാറ്റുക. സ്വർണം എന്തിനാ തീക്കകത്തേക്ക് വലിച്ചെറിഞ്ഞത്? അത് അടിച്ച് പരിവപ്പെടുത്താൻ വേണ്ടി. അത് എന്താ, ഈ ചൂടാക്കുക മാത്രമല്ല, എന്തെങ്കിലും കീടമുണ്ടെങ്കിൽ മാറണം. മനസ്സിലായോ? സ്ഫുടം ചെയ്തെടുക്കുക, കീടം മാറ്റുക എന്നുള്ളതാണ്. ശക്തിയേറിയ ഫയറി ഫർണസ് അഥവാ തീച്ചൂടയിലേക്ക് ഒരു സാധനം വലിച്ചെറിഞ്ഞിട്ട് മറ്റൊന്നായി മാറ്റിയെടുക്കുന്ന അവസ്ഥ. മനസ്സിലായോ? അതിനാണ് സിദ്ധത എന്ന് പറയുന്നത്. അർത്ഥം ഇരിക്കൂ എന്ന് പറഞ്ഞാൽ, കഷ്ടത നമ്മളെ എന്ത് ചെയ്യുന്നറിയാമോ? തീച്ചുളയെ വലിച്ചെറിഞ്ഞിട്ട് മറ്റൊരു ഉൽപ്പന്നമായിട്ട് നമ്മളെ പുറത്തെടുക്കുകയും. അവിടെയാ ചിലപ്പോൾ നമ്മൾ കരിഞ്ഞു പോകുന്നത്, അല്ലേ? ഞാൻ ഈ കളറിന്റെ കാര്യമല്ലേ പറഞ്ഞത്. കരിക്കട്ട പോലെ ആകുന്നത്. നമ്മൾ വലിയ പുള്ളിയായിട്ടൊക്കെയാ തീക്കാത്തോട് ചെന്നത്. എന്നെ ഒന്ന് കരിക്കാവോ, എന്നെ ഒന്ന് സ്ഫുടം ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു ചെല്ലുന്നത്. തിരിച്ച് ആ പുള്ളിക്കാരൻ ഇങ്ങനെ കമ്പ് കൊണ്ട് തോണ്ടിയെടുക്കുന്ന കാര്യം ഒരു ദിവസം കരിക്കട്ടയായിരിക്കും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഈ കഷ്ടത എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ ശോധന ചെയ്യുന്നത്. നമ്മളെ ശരിയായ നിലയിൽ മാറ്റുരയ്ക്കുന്നത്, കീടം മാറ്റി ഒരു മാണിക്യമണിയായി നമ്മളെ പുറത്തെടുക്കുന്നത് അവിടെയാണ്. അപ്പൊ സിദ്ധത എന്ന് പറഞ്ഞാൽ സ്ഫുടം ചെയ്തെടുക്കുക. മൂന്നാമത്തെ കാര്യം പ്രത്യാശ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യാശ? പ്രത്യാശ എന്ന് പറഞ്ഞാൽ കർത്താവ് വരും. സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ അത് വിശ്വസിക്കുന്നു. ഇന്നലെ നാളെ എന്ത് ചെയ്യും? കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാത്ത ഒരു രാജ്യത്ത് ഞാൻ ചെല്ലും. പിന്നെ അവിടെ എന്തെങ്കിലും മരിക്കുന്നതിന് മുമ്പ്, മരിച്ചിരിക്കുക കഷ്ടതയോടുകൂടി മരിച്ചാൽ പോലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിത്യം എന്ത് ചെയ്യാം? ഞാൻ വസിക്കും. നമുക്ക് ഒരുപാട് അബദ്ധ ധാരണകളൊക്കെ ഉണ്ട്. പോട്ടെ, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം പറയാം. ഇനി ഞാൻ അങ്ങ് മരിക്കുന്നു വിചാരിച്ചു. എല്ലാവരും കൂടി പറയും. ഞാൻ ഈ കുറച്ച് പാട്ടുകളൊക്കെ എഴുതിയിട്ട് നീങ്ങിപ്പോന്നുള്ള പാട്ടുകൾ ഞാൻ എഴുതിയായിരുന്നു. ഇപ്പം എല്ലാവരും പറയും, ഷാജൻ പാറക്കളവിൽ സ്വർഗീയ ദൂതന്മാരോടുകൂടെ പാട്ടുകൾ രചിക്കാൻ വേണ്ടി, പുതിയ ഗാനങ്ങൾ രചിക്കാൻ വേണ്ടി പോയെന്ന് പറയും. വേറെ നമ്മൾ പുതിയ പാട്ട് ചെല്ലണ്ട. നമ്മുടെ പാട്ട് എടുക്കത്തുമില്ല കേട്ടോ. നമ്മുടെ പാട്ട് എടുക്കത്തുമില്ല. അവിടെ ഓൾറെഡി പാട്ടുകാരുണ്ട്, പാട്ടുമുണ്ട്, അവിടെ പാടിക്കൊണ്ടേ ഇരിക്കും. നമ്മളങ്ങനെ കൂടിയാൽ മതി. അവിടെ ചെന്നാൽ നമ്മൾ ഉടനെ പ്രസവിക്കുമ്പം അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് രണ്ട് വാക്കെഴുതുകയാണെങ്കിൽ ഷാജൻ പാറക്കളവിൽ സ്വർഗീയ ദൂതന്മാരോട് കൂടെ എന്ത് ചെയ്യുക? പുതിയ പാട്ട് രചിക്കാൻ വേണ്ടി കടന്നു പോയിരിക്കുകയാണ് ഈ ദൂതന്മാരുടെ ഗാനം നടത്തുവാണ്. നമ്മളും ചെന്നുകൊണ്ട് കൂടാൻ വേണ്ടി. എന്തൊക്കെ അബദ്ധങ്ങൾ നമ്മളെ കുറിച്ചൊക്കെ നമ്മുടെ ഈ മരണ വീടുകളിൽ പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ്, അല്ലേ? പുള്ളിക്കാരനും നല്ല പാട്ടുകാരനായിരുന്നു. പുള്ളിക്കാരൻ അവിടെ ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട്. അവിടെയും ആ പ്രത്യാശയുടെ പൊൻപുലൂരി, അല്ലെങ്കിൽ അവിടെ ദൂതന്മാരോടൊപ്പം ആയിരം ദൂതനോടൊപ്പം അദ്ദേഹം പുതിയ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാട്ട് വേണ്ട ഉപയോഗി നേരെ അവിടെ ചെല്ലാൻ മതി കേട്ടോ. ഇനി ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊരു വലിയ ബോധ്യമുണ്ട്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് മാത്രമല്ല, അതൊരു ഭാഗമുണ്ട്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഇന്നുകളിൽ ശ്രദ്ധിക്കുക, വർത്തമാന കാലത്ത് ജീവിക്കുമ്പോൾ തന്നെ പോയ കാലത്തിന്റെ ദുരന്തങ്ങളിൽ പെടാതെ, ദുരന്തങ്ങൾ വീണ്ടും ഒന്നുകൂടി നമ്മളെ പുറകോട്ട് വലിക്കാതെ ഈ വർത്തമാന കാലത്ത് നാളെകളെ കുറിച്ചുള്ള സുന്ദരമായ സ്വപ്നങ്ങൾ കാണാൻ കഴിയുന്നവനാണ് വാസ്തവത്തിൽ പ്രത്യാശയോടുകൂടി ജീവിക്കാനും കഴിയുക. നാളെക്കുറിച്ചുള്ള സുന്ദരമായ പ്രതീക്ഷയാണ് ഇന്നുകളിൽ ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭാവി കാലത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ടാകുക. എങ്ങനെ? നാളെ എന്താണ് എന്ന് നമുക്കറിയില്ല. അത് രണ്ടാമത്തെ കാര്യം. പോട്ടെ, നാളെ ഞാൻ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഇന്നുകളിൽ തന്നെ ഒരു ബോധ്യമുണ്ടാകുക. അടുത്ത നിമിഷം ഞാൻ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഇന്ന് നമുക്കൊരു ബോധ്യമുണ്ടാകുക എന്ന്. നമ്മൾ പറയും നാളെക്കുറിച്ചൊന്നും നമുക്കൊന്നും അറിയത്തില്ല, എല്ലാം ദൈവത്തിന്റെ കാര്യങ്ങളില്ല. ഞാൻ സമ്മതിച്ചു, അതൊന്നും വിരോധമില്ല. പക്ഷേ നാളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് ഇന്നുകളിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്, നമ്മളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതിനാണ് ആ സിമ്പിൾ കാര്യത്തിനാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. ഇന്നലകളിലെ പരാജയങ്ങൾ, ആ പരാജയങ്ങൾ നാളേക്ക് വേണ്ടിയുള്ള
ഒരു ഓർമ്മ പുതുക്കലായി തീരണം. എന്തെന്നറിയാമോ? നാളെ എനിക്ക് ശുഭപ്രതീക്ഷ ഉണ്ടാകും, ഒരു ശുഭകരമായ കാര്യം ഉണ്ടാകും എന്ന് ഇന്ന് വിശ്വസിക്കാൻ കഴിയുക. അവസാനിപ്പിക്കാം. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കേണ്ടത് ഒരു വലിയ പ്രസംഗ വിഷയം പോലെ കേട്ടോ. എവിടെയെങ്കിലും ഒക്കെ ഇത് വെച്ചുകൊണ്ട് പ്രസംഗം ഉണ്ടാക്കി പ്രസംഗിക്കണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ദിവസം കഴിഞ്ഞ ആഴ്ചത്തെ ഈ ആഴ്ചത്തെ ക്ലാസിന്റെ നോട്ട് തരുന്നതായിരിക്കും. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. വളരെ സന്തോഷം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്നും സഹായിച്ചുവല്ലോ. ദൈവം ഒരുക്കിയ നല്ല അവകാശങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. പ്രത്യേക തന്റെ വൈഫിന്റെ ഒരു കസിൻ ഇന്ന് നിത്യതയിൽ ചേർക്കപ്പെട്ടു. തന്റെ സംസ്കാര ശുശ്രൂഷയൊക്കെ ആയിരുന്നു. അതിനുശേഷവും ഓടി വന്ന് ക്ലാസ് എടുക്കുവാൻ കാണിച്ച നല്ല സന്മനസ്സിനായി സ്തോത്രം. പ്രത്യേക അഗാപ്പെ ഫാമിലിയുടെ അനുശോചനം നമ്മൾ അറിയിക്കുന്നു, പ്രത്യാശ അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. നാളെ കർത്താവിന്റെ ദാസൻ നമ്മുടെ മാത്യു പി തോമസ് ദൈവവചനം പഠിപ്പിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. നമ്മുടെ അറ്റൻഡൻസ് ഇപ്പോൾ കുറയുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരും നേരത്തെ ജോയിൻ ചെയ്തവരെയൊക്കെ ഒന്ന് ഉത്സാഹിപ്പിക്കണം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ആരെങ്കിലും ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾ അവസാനമായി പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ക്രിസ്തയേശുവിൽ ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗപിതാ നല്ല ദൈവമേ, നല്ല സമയത്തിനായി അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവ്. ഇന്നത്തെ ക്ലാസ് കർത്താവേ ഏറ്റവും അനുഗ്രഹമായി. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം പഠിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഹല്ലേലൂയ എൻ്റെ ദാസനെ കർത്താവ് ശക്തീകരിച്ച് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കേട്ട ഓരോ വചനങ്ങളും കർത്താവേ ഹല്ലേലൂയ ഓരോ വാക്കുകളും കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവേ ആഴ്ന്നു പതിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവ്. ഓരോ വചനങ്ങളും ഹല്ലേലൂയ സ്തോത്രം കർത്താവേ അതൊക്കെയും അനേകർക്ക് പ്രയോജനപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് അടിയങ്ങൾക്ക് ഇടയാക്കുമാറാകണമേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കടന്നു വന്ന ഹല്ലേലൂയ എന്ന വചനം പഠിച്ച ഹല്ലേലൂയ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം ലീഡി എന്ന കർത്താവിന്റെ ദാസനെയും കർത്താവ് ശക്തീകരിച്ച് ബലപ്പെടുത്തുമാറാകണമായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ കൃപയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ കർത്താവ് വീണ്ടും ശക്തീകരിച്ച് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിയോഗത്തിലായിരിക്കുന്ന ഭവനത്തെ കർത്താവ് ഹല്ലേലൂയ സ്വർഗത്തിലെ സമാധാനം കൊടുത്ത് ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ ശുശ്രൂഷകളും ചന്തവും ഭംഗിയായി ചെയ്യുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ ചിറകിൻ മറവിൽ എല്ലാവരെയും മറച്ച് സൂക്ഷിക്കുമാറാകണം. പിന്നെയും കർത്താവ് ഞങ്ങൾ ഹല്ലേലൂയ നാളെ കൂടി വരുമ്പോഴേയും കർത്താവ് എല്ലാവരെയും കത്ത് പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്ര യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് 9 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.